പ്രണവത്തെ വിസ്തരിക്കുന്നു ഉപനിഷത്തിൽ പറയുന്നു, സർവേ വേദ യത് പദമാമനന്തി തഥാംസി സർവാണി ച യത് വദന്തി യതിച്ചന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ ബ്രവീമി ഓമിതി ഏതത് എന്ന് നചികേതസിനോട് യമധർമ്മൻ പറയുന്നു എന്ന് ഇന്നലെ പറഞ്ഞു. ഇത് ഇന്നലെ കഴിഞ്ഞു പോകുമ്പോൾ ഒരാൾ ചോദിക്കേ, ഓംകാരത്തെക്കുറിച്ച് എവിടെയൊക്കെയാണ് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. ഇനി ഗീതയിൽ നമ്മുടെ ഇവിടെ പറയുന്നു. ഇനിയും പ്രണവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ സമയത്ത് പ്രണവത്തെക്കുറിച്ച് ഒന്നുകൂടെ വിസ്തരിക്കാം, കാരണം അവിടെ വിസ്തരിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ഗീത ആരംഭിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? പ്രണവോ ധനുഹു ശരോഹി ആത്മ. 9-ാം അധ്യായത്തിൽ അതിനെ നമ്മൾ കാണേണ്ട ഒരു സന്ദർഭമുണ്ട്. ആ സമയത്ത് അതിനെക്കുറിച്ച് ഒന്നുകൂടെ വിസ്തരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഭഗവാൻ ഇവിടെ പറയുന്നു, ആരാണോ ഈ പ്രണവത്തെ ഉച്ചാരണം ചെയ്തുകൊണ്ട് ദേഹത്തെ ത്യജിക്കുന്നത് അവൻ എന്നെ പ്രാപിക്കുന്നു, പരമമായ ഗതിയെ പ്രാപിക്കുന്നു. തുടർന്ന് അനന്യചേതാ സതതം യോ മാം സ്മരതി നിത്യശഃ തസ്യാഹം സുലഭ പാർത്ഥ നിത്യയുക്തസ്യ യോഗിനഃ. അനന്യചേതാഃ സതതം യഃ മാം സ്മരതി നിത്യശഃ തസ്യാഹം സുലഭഃ. ഹേ പാർത്ഥ, നിത്യയുക്തസ്യ യോഗിനഃ. ഹേ അർജുന, പാർത്ഥ, യഹ അനന്യചേതാഹ, യാതൊരുവൻ അനന്യചേതാഹ അന്യചിന്ത കൂടാത്തവനായി. ഈ ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് സ്വാമി വീണ്ടും വീണ്ടും പറയാം. അന്യചിന്ത എന്ന് പറയുമ്പം ഈശ്വരനിൽ നിന്ന് അന്യമായ ഒന്ന് ഇവിടെ ഉണ്ട് എന്ന് ചിന്തിക്കാതിരിക്കൽ തന്നെയാണ് അന്യചിന്ത, അനന്യം. ഇതല്ലെങ്കിൽ എന്താണെന്നറിയാം, നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. എന്താ സംശയം? സ്വാമി ഏതു നേരം ഭഗവത് ചിന്തയായി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ചിന്തയൊന്നും വേണ്ടേ? വേണം. ഭർത്താവിന്റെ ചിന്ത വേണേ? വേണം. പക്ഷേ ഇതാണ് ആള് എന്നറിഞ്ഞേക്കുക. ഇത്രയേ ഉള്ളൂ. സതതം നിത്യശഃ, സതതം എല്ലാ സമയത്തും, നിത്യശഃ എന്നും, മാം സ്മരതി എന്നെ സ്മരിക്കുന്നുവോ. അപ്പം അർജുന, യാതൊരുവൻ അന്യചിന്ത കൂടാത്തവനായി എല്ലാ സമയത്തും എന്നും എന്നെ സ്മരിക്കുന്നുവോ, തസ്യ നിത്യയുക്തസ്യ, തസ്യ അവന്, നിത്യയുക്തസ്യ നിത്യയുക്തനായ അവൻ. ആരാണവൻ? യോഗിനഃ. ആ യോഗിക്ക് അഹം സുലഭഃ, ഞാൻ സുലഭനാണ്. ആർക്കാണ് ഭഗവാൻ ദുർലഭനായിരിക്കുന്നത്? ആർക്കാണ് ഭഗവാൻ സുലഭനായിട്ടിരിക്കുന്നത്? നിരന്തര സ്മരണ ഭഗവാനിൽ ആർക്കുണ്ടോ അവന് ഞാൻ സുലഭനാണ് എന്ന് പറയുന്നു. അപ്പം നമ്മൾ ആലോചിക്കുക, എന്തൊക്കെ ചിന്തകൾ നമുക്കുണ്ട്. മനസ്സ് എവിടെ വേണമെങ്കിലും പോട്ടെ, പോകുന്നിടമെല്ലാം ഇതാണെന്ന് അറിഞ്ഞിരിക്കുക. കുട്ടികളെ കളിക്കാൻ വിടില്ലേ നമ്മൾ? ഒരു നോട്ടം ഉണ്ടായാൽ മതി, വല്ല പറമ്പിലേക്കൊക്കെ പോകുന്നുണ്ടോന്ന് ഒന്നിടയ്ക്കൊന്ന് വിളിച്ചാൽ മതി എന്ന് പറയും. ഇതുപോലെ അങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോൾ ഒന്നും ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവന്നാൽ മതി, അത്രയേ ഉള്ളൂ. വേറെ വിഷമിക്കാൻ ഒന്നുമില്ല. പക്ഷെ പലരുടെ കാര്യത്തിലും അയ്യോ ഞാൻ അങ്ങനെ ചിന്തിച്ചുവല്ലോ, ഇങ്ങനെ ചിന്തിച്ചുവല്ലോ, അതുകൊണ്ട് എനിക്ക് ഇനിയും ജന്മം ഉണ്ടാവുമോ, അതുണ്ടാവോ, ഇതുണ്ടാവോ, അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട എന്ന് പറയാം. അതുകൊണ്ട് ഭഗവാൻ ആവർത്തിച്ച് പറയുന്നത് ഇതാണ്. നമ്മൾ വിചാരിക്കും എന്തിനാ ഇതിങ്ങനെ ഭഗവാൻ പറയുന്നത്? അത് പറയേണ്ട ആവശ്യമുണ്ട് എന്ന് പറയാം. നോക്കാം. മാം ഉപേത്യ പുനർജന്മ ദുഃഖാലയമശാശ്വതം നാപ്നുവന്തി മഹാത്മാനഃ സംസിദ്ധിം പരമാം ഗതാഃ. മാം ഉപേത്യ പുനർജന്മ ദുഃഖാലയം അശാശ്വതം ന ആപ്നുവന്തി മഹാത്മാനഃ സംസിദ്ധിം പരമാം ഗതാഃ. മാം ഉപേത്യ, എന്നെ പ്രാപിച്ചിട്ട്, പരമാം സംസിദ്ധിം, പരമാം ഉത്കൃഷ്ടമായ സംസിദ്ധിയെ, പരമമായ ശാന്തിയെ, ഗതാഹ മഹാത്മാനഃ പ്രാപിച്ചിട്ടുള്ള മഹാത്മാക്കൾ, പുനഃ പിന്നെ, ദുഃഖാലയം ദുഃഖങ്ങൾക്കിരിപ്പിടമായ, അശാശ്വതം അസ്ഥിരവുമായ ജന്മ ജനനത്തെ ന ആപ്നുവന്തി പ്രാപിക്കുന്നില്ല. ഇതാണ് ഭഗവാൻ പറയുന്നത്. എന്താ പറയുന്നത്? എന്നെ പ്രാപിച്ചാൽ പിന്നെ എന്താണ്? ഉത്കൃഷ്ടമായ സിദ്ധിയെ പ്രാപിച്ച ആ യോഗികൾക്ക്, ഭക്തന്മാർക്ക്, ജ്ഞാനികൾക്ക്
പിന്നെ എന്തുണ്ടാകുന്നില്ല? ദുഃഖങ്ങൾക്ക് ഇരിപ്പിടവും ഇളകുന്നതുമായ അസ്ഥിരവുമായ ജന്മം എന്നതിന് വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരിക എന്നുള്ളത് ഉണ്ടാകുന്നില്ല എന്ന് പറയാം. ആരാണ് സ്ഥിരതയെ പ്രാപിച്ചവൻ? ആരാണ് സ്ഥിരതയെ പ്രാപിച്ചിട്ടുള്ളത്? നമ്മളൊക്കെ എപ്പോഴും ഈ ആപത്തുമായിട്ട് താദാത്മ്യം പ്രാപിക്കുന്നില്ല. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. സ്വാമി ഒരു കഥ പറയാം. കഥകളൊക്കെ ഓർമ്മ വയ്ക്കണേ. ഈ തത്വം നിങ്ങൾക്ക് ശ്ലോകം ഓർമ്മയില്ലെങ്കിലും കഥകൾ ഓർമ്മ വന്നാൽ കാര്യം പിടികിട്ടും. അല്ലാതെ സ്വാമി എന്താ ഇപ്പൊ പറഞ്ഞു? കുറെ കഥയും കുറെ തമാശയൊക്കെ പറഞ്ഞു എന്ന് പറയാം. ഗീത നമുക്ക് ഇനിയും കേൾക്കണം. ഒരിക്കലൊരു ചക്രവർത്തി അദ്ദേഹത്തിന്റെ ജ്ഞാനികളായിട്ടുള്ള സഭയിലെ ഗുരുക്കന്മാരോട് പറഞ്ഞു, ഏത് ആപത്സന്ധികൾ ഏത് ആപത്ഘട്ടങ്ങളിലും അതിനെ തരണം ചെയ്യാൻ പോകുന്ന ഒരു മന്ത്രം നിങ്ങൾ ഉപദേശിച്ചു തരണം എന്ന് പറഞ്ഞു. ഏത് ആപത്ത് വന്നാലും അതിൽ നിന്ന് രക്ഷപ്പെടണം. അത്തരത്തിലൊരു മന്ത്രം നിങ്ങൾ എനിക്ക് ഉപദേശിച്ചു തരണം. ജ്ഞാനികളൊക്കെ ആലോചിച്ചു, ഏതാ അതിന് പറ്റിയൊരു മന്ത്രമുള്ളത്? അവർ മന്ത്രം മുഴുവൻ നോക്കി. പക്ഷെ അങ്ങനെ ഒരു മന്ത്രം അവർക്ക് അങ്ങോട്ട് ഉറപ്പില്ല. പല മന്ത്രങ്ങളും ഉണ്ട്, പക്ഷെ ഉറപ്പില്ല ഇതിനു പറ്റിയൊരു മന്ത്രം. അവസാനം അവര് വേറൊരു മഹാത്മാവിനെ സമീപിച്ചു. ഈ ജ്ഞാനികൾ എല്ലാവരും കൂടെ കൂടിയിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇങ്ങനെ ചക്രവർത്തി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് അങ്ങ് ഇതിന് എന്തെങ്കിലും ഒരു നിർദ്ദേശം ഞങ്ങൾക്ക് തരണം എന്ന് പറയാം. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ഒരു മന്ത്രം ഞാൻ എഴുതി തരാം. ആ മന്ത്രം ഈ ചക്രവർത്തിയുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. എപ്പോഴാണോ ഒരാപത്ത്, ഇതിന്റെ മുകളിൽ വേറൊരാപത്തില്ല, ഇതാണ് എന്റെ അവസാനത്തെ ഈ മന്ത്രം പ്രയോഗിക്കേണ്ടുന്നതായി വരുന്ന ഒരവസാന സമയം, ആ സമയത്ത് മാത്രം ആ സമയത്ത് മാത്രമേ ഇതെടുത്ത് ഉപയോഗിക്കാവൂ എന്ന് ചക്രവർത്തിയോട് പ്രത്യേകം പറയണം. അതായത് മനസ്സിലായല്ലോ? അതായത് ഇനി ഗതിയില്ല എന്ന് കരുതുമ്പോൾ വേണം എടുക്കാൻ എന്ന് പറഞ്ഞ് ഒരു മന്ത്രം അദ്ദേഹം അകത്ത് പോയിട്ട് ഒരു മന്ത്രം എഴുതിയിട്ട് ഒരു കടലാസിനകത്ത് ചുരുട്ടി അതിനെ ഒരു ചെറിയ അളുക്കിനകത്താക്കി നിക്ഷേപിച്ചു. ഈ കയ്യിലൊക്കെ കിട്ടുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ വളരെ ചെറുതാക്കിയിട്ട് രാജാവിന് കൊടുത്തു. അപ്പൊ രാജാവ് അത് അവിടുത്തെ കൊട്ടാരത്തിലെ ആഭരണം നിർമ്മിക്കുന്ന ആളുടെ അടുത്ത് കൊടുത്തിട്ട്, അപ്പൊ രാജാവ് ഇങ്ങനെ വെറുതെ ഒരു സാധനമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അതിൽ വൈരങ്ങളൊക്കെ പതിപ്പിച്ച് കല്ലുകളൊക്കെ പതിപ്പിച്ച് അതിനെ ഭംഗിയുള്ള ഒരു മോതിരാക്കി മാറ്റി. അത് എപ്പോഴാണോ ആവശ്യം വരുന്നത് അപ്പൊ തുറന്നിട്ട് അത് എടുക്കാം, എന്നിട്ട് നോക്കാം, അപ്പൊ അതിൽ നിന്ന് രക്ഷ നേടും. ഇതാണ് അങ്ങനെ രാജാവ് ധരിച്ചു. അപ്പൊ ജ്ഞാനികളൊക്കെ നോക്കാൻ ശ്രമം നടത്തി. അപ്പൊ അവർക്കൊന്നും അത് അതൊന്നും ആരും കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർ നോക്കിയതുമില്ല. രാജാവിനെ അത് ഏൽപ്പിച്ചു എന്ന് പറയാം. പല പല സന്ദർഭങ്ങൾ വന്നു രാജാവിന്. പക്ഷെ ആ സമയങ്ങളൊന്നും രാജാവ് ഇത് തുറന്നു നോക്കിയില്ല. ആ സമയത്തൊന്നും രാജാവ് ഇത് തുറന്നു നോക്കിയില്ല. അവസാനം രാജാവിന്റെ മരണം, ഈ ചക്രവർത്തിയുടെ മരണം ആസന്നമായി. അത് വന്നു. ആ മരണത്തോട് അടുക്കുന്ന സമയത്തും ചക്രവർത്തി ഇത് തുറന്നു നോക്കാൻ കൂട്ടാക്കിയില്ല. അപ്പം മറ്റുള്ള ജ്ഞാനികളായിട്ടുള്ളവരൊക്കെ പറഞ്ഞു, മഹാരാജൻ ഇതൊന്ന് തുറക്കൂ, ഇതൊന്ന് തുറന്നാൽ രക്ഷ ഇല്ല. കാരണം അദ്ദേഹം പറഞ്ഞു, ഈ മന്ത്രം എനിക്ക് ഫലിച്ചു എന്ന് പറഞ്ഞു. ഈ മന്ത്രം എനിക്ക് ഫലിച്ചു കഴിഞ്ഞു. കാരണം എത്രയോ സന്ദർഭങ്ങളിൽ ഇത് തുറക്കേണ്ടുന്ന സന്ദർഭങ്ങളിലൊന്നും ഞാൻ തുറന്നിട്ടില്ല. ഇനി ഇത് തുറക്കണമെന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ ഇതുമായിട്ട് താദാത്മ്യം പ്രാപിച്ചിട്ടില്ല എന്ന് പറയും. ചുരുക്കി പറഞ്ഞ അദ്ദേഹം ഇത് തുറക്കാതെ തന്നെ മരിച്ചു. അവര് തുറന്നു നോക്കിയപ്പോ അതിനകത്ത് ഒന്നുമില്ല, ഒരു മന്ത്രവുമില്ല. എന്താണ് ഗുരു സങ്കല്പിച്ചത് എന്ന് പറഞ്ഞാൽ, അതായത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കഥ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ഒരു പ്രശ്നം ചക്രവർത്തിക്ക് വന്നപ്പം
ഇതെന്റെ അവസാനത്തെ പ്രശ്നം, അല്ലെങ്കിൽ ഇത് ഈ പ്രശ്നം എന്നെ ഇല്ലായ്മ ചെയ്യുന്നതാണ് എന്ന് ഒരിക്കലും അദ്ദേഹം കരുതിയില്ല. കാരണം ആ പ്രശ്നവുമായി അദ്ദേഹം താദാത്മ്യം പ്രാപിച്ചില്ല. അവസാനം വരെ മരണവേളയിൽ പോലും ആ മരണവുമായി താദാത്മ്യം പ്രാപിച്ചില്ല. അതാണ് മന്ത്രം അദ്ദേഹം സിദ്ധിയാക്കി എന്ന് പറയുന്നത്. മന്ത്രം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു, മന്ത്രം കരഗതമായി എന്ന് പറയുന്നത്. നമ്മളാണെങ്കിലോ വരുന്ന വരവിന് കാല് വെച്ച് കുത്തി കാല് തട്ടിയെന്നിരിക്കട്ടെ റോട്ടിൽ ഒരു കല്ലിന്, എന്നാ ഉടനെ എടുത്ത് നോക്കാമെന്ന് വിചാരിക്കും. നിസ്സാരത്തിന് അങ്ങനെയാണല്ലോ നമ്മൾ ഈ വലിയ വലിയ മന്ത്രങ്ങളൊക്കെ. ഭഗവാൻ പ്രണവത്തെ തന്നെ ഉപദേശിക്കുന്നത് അങ്ങനെയാണ്. അതാ ഇന്നലെ സ്വാമി പറഞ്ഞത്. പ്രണവം പരമമായ സമാധിയെ പ്രാപിക്കുന്നതിനുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്നലെ ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വാമി സന്ദർഭവശാൽ പറയട്ടെ. അപ്പോൾ സ്വാമി ഓംകാരത്തോടുകൂടി എന്തെങ്കിലും ഒരു നാമാവലിയും കൂടെ ചേർക്കണ്ടേ? ചേർത്തോളൂ. അത് മനസ്സിനെ ശാന്തമാക്കാനൊക്കെ നിങ്ങൾ ചേർത്തോളൂ. പക്ഷെ പ്രണവോപാസന മാത്രം പറയുന്നത് ആ സമാധി അവസ്ഥയെ പ്രാപിക്കുന്നതിനാണ്. അവിടെ നിങ്ങൾ മറ്റു നാമങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സംശയം ഉണ്ടാവും. എന്താ സംശയം? അതായത് നമശിവായ ഉണ്ടല്ലോ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുണ്ടല്ലോ, ഓം ശ്രീകൃഷ്ണ പരമാത്മനെ എന്നുണ്ടല്ലോ, മനസ്സിനെ ശാന്തമാക്കാൻ. പക്ഷെ അതങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രണവവും അവസാനിക്കും. ആ ഓം എന്നതും അതിന്റെ നാലാമത്തേത് ആ ഊ മാ എന്ന് പറഞ്ഞിട്ടുള്ള എന്നുള്ള ആ തുര്യത്തിലേക്ക് അത് കടന്നു പോകും എന്ന് പറയാം. അതങ്ങനെ ലയിക്കണം. അതുകൊണ്ട് വലിയ കാര്യത്തിന് ഇപ്പൊ നിങ്ങളുടെ വീട്ടില് സ്വാമി ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ കൊതുകുണ്ടെങ്കിൽ കൊതുകിനെ കൊല്ലാൻ നിങ്ങൾ റൈഫിൾ ഉപയോഗിക്കുമോ? ഓരോ കൊതുകിനെ വെടിവെച്ച് കൊല്ലുമോ? ഉപയോഗിക്കുമോ? എന്നാ ഓംകാരത്തെ അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കേണ്ട. കൊതുകിനെ കൊല്ലാൻ എപ്രകാരം ഒരുവൻ വെടി വെക്കുന്നില്ലയോ അതുപോലെ അതിന് വല്ല കൊതുക് തിരിയോ ചന്ദനത്തിരിയോ സാമ്പ്രാണിയോ ഒക്കെ പൊക്കച്ചോളൂ. ഒരിക്കലും അങ്ങനെ ഒരു കലക്ടർക്ക് പണ്ട് കളക്ടറേറ്റിലൂടെയാണ് സിമന്റ് കൊടുത്തുകൊണ്ടിരുന്നത് വീടുണ്ടാക്കാൻ. ഗവൺമെന്റ് ആണ് അത് സപ്ലൈ ചെയ്തിരുന്നത്. അദ്ദേഹം കളക്ടർക്കൊരു നിവേദനം കൊടുത്തു, എനിക്കൊരു പീരങ്കി വേണമെന്ന്. പീരങ്കി എന്ന് പറഞ്ഞാൽ അറിയോ? വലിയ ഒരാൾക്കൂട്ടത്തെ ഒറ്റയടിക്ക് കൊല്ലാൻ ഒരു സാധനമാണ് പീരങ്കി. പണ്ട് കാലത്ത്. ഇന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു AK-47 എന്നൊക്കെ പറയാം. അത് വലിയൊരു അതിലൊരു കൺവെയർ ബെൽറ്റ് തന്നെ ഉണ്ട്. അതിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒരു കൂട്ടത്തെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരാൾ അത് വേണം എന്ന് പറഞ്ഞു കളക്ടർക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു. അപ്പൊ കളക്ടർ അദ്ദേഹത്തിനെ വിളിപ്പിച്ചു, ഇതെന്തിനാ നിങ്ങൾക്ക് ഇങ്ങനെയൊരു സാധനം? അദ്ദേഹം പറഞ്ഞു ആത്മരക്ഷയ്ക്ക് തീരങ്കിയോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ 2 കൊല്ലം മുൻപ് എനിക്ക് വീടുണ്ടാക്കാൻ 25 ചാക്ക് സിമന്റ് ചോദിച്ച സമയത്ത് 5 ചാക്കേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് പീരങ്കി ചോദിച്ചാലേ ഒരു റൈഫിൾ കിട്ടുള്ളൂ എന്ന് പറയും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നു. അതുപോലെ ഈ മന്ത്രത്തിന്റെ പ്രണവത്തിന്റെ കാര്യത്തിലും പ്രണവം പരമമായ സമാധിയെ ആ ഭാവത്തെ പ്രാപിക്കാനുള്ളതാണ്. അപ്പൊ അവിടേക്ക് നിങ്ങൾ ഇത് ഇങ്ങനെയുള്ളതിനെ നോക്കണ്ട. ചെറിയ ചെറിയ കാര്യത്തിൽ നമുക്കെന്താ വേണ്ടത്? മനസ്സിനെ തൽക്കാലം ശാന്തമാക്കാൻ, അല്ലെങ്കിൽ ഒന്ന് ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും നാമം നമുക്ക് ജപിക്കാം. ആ നാമത്തോടൊപ്പം പ്രണവത്തെ ചേർക്കാം. മാം ഉപേത്യ പരമാം സംസിദ്ധിം ഗതാഹ മഹാത്മാനഃ. അപ്പം എന്നെ പ്രാപിച്ചിട്ട് ഉത്കൃഷ്ടമായ സിദ്ധിയെ പ്രാപിച്ചവരായ മഹാത്മാക്കൾ എന്ന് പറഞ്ഞാൽ, എന്നെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അസ്ഥിരമായ ഒന്നുമായി താദാത്മ്യം പ്രാപിക്കാതിരിക്കുക. ഈ ചക്രവർത്തി ചെയ്തതുപോലെ ഈ ശൂന്യമായ മന്ത്രം ഇതിനകത്തിരിക്കുമ്പം അദ്ദേഹത്തിന് കാര്യം എപ്പോഴോ വെളിപ്പെട്ടിട്ടുണ്ടാകാം. അത് ഏതെങ്കിലും ഒന്നുമായി താദാത്മ്യം പ്രാപിച്ചാലാണല്ലോ നമുക്കിത് തുറക്കേണ്ടി വരുന്നത്. ഇനി എനിക്ക് നിവൃത്തിയൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് രക്ഷ നേടാൻ ഈ ഉപായത്തെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു എന്ന്. പക്ഷെ അദ്ദേഹത്തിന് അതിന്റെ ആവശ്യം ഉണ്ടായില്ല. എന്തുകൊണ്ട്? അദ്ദേഹം അതുമായി താദാത്മ്യം പ്രാപിച്ചില്ല, മറ്റൊന്നുമായി താദാത്മ്യം പ്രാപിച്ചു. തനിക്ക് തന്റെ നേരെ വന്ന പ്രശ്നം താൻ പ്രശ്നമായിട്ടെടുത്തില്ല. അതുകൊണ്ട് അദ്ദേഹം അതിന് അതിവർത്തിച്ചു. അങ്ങനെ ഗതാഹ മഹാത്മാനഃ പുനഃ ദുഃഖാലയം അശാശ്വതം ജന്മ ന ആപ്നുവന്തി. അതുകൊണ്ട് തന്നെ അവർ ഈ സംസാരം എന്ന് പറയുന്ന ദുഃഖത്തെ അവർക്ക് നേരിടേണ്ടി വരുന്നില്ല, അവരതിനെ അതിവർത്തിക്കുന്നു. തുടർന്ന്
ആബ്രഹ്മഭുവനാ ലോകാഃ പുനരാവർത്തിനോർജുന മാം ഉപേത്യ തു കൗന്തേയ പുനർജന്മന വിദ്യതേ. ആ ബ്രഹ്മഭുവനാത് ലോകാഃ പുനരാവർത്തിനഃ ഹേ അർജുന മാം ഉപേത്യ തു ഹേ കൗന്ദേയ പുനർജന്മ ന വിദ്യതേ. ഹേ അർജുന, അല്ലയോ പാർത്ഥ അർജുന, ആ ബ്രഹ്മഭുവനാത് ലോകാഃ, ആ ബ്രഹ്മഭുവനാത് ബ്രഹ്മലോകം മുതലുള്ള ലോകാഃ ലോകങ്ങൾ, ലോകം എന്ന് പറഞ്ഞാൽ ലോക്യതേ ഭുജ്യതേ ഇതി ലോകഃ, അനുഭവ മണ്ഡലം എന്ന് മനസ്സിലായിക്കൊള്ളുക. ഈ പ്രപഞ്ചത്തിൽ തന്നെ നമ്മുടെ ലോകത്ത് തന്നെ അനേകം ലോകങ്ങളുണ്ട് എന്ന് നാം കണ്ടതാണ് അല്ലേ? ഉറുമ്പിന്റെ ലോകം, കാക്കയുടെ ലോകം, പൂച്ചയുടെ ലോകം, നായയുടെ ലോകം, വൃക്ഷങ്ങളുടെ ലോകം, ഇഴജാതികളുടെ ലോകം, ഓരോരുത്തരുടെ ലോകവും. ഇനി മാനുഷ ലോകത്തിൽ തന്നെ അച്ഛന്റെ ലോകം, അമ്മയുടെ ലോകം, അയൽക്കാരന്റെ ലോകം, ചിത്രകാരന്റെ ലോകം, സാഹിത്യകാരന്റെ ലോകം, സിനിമാക്കാരന്റെ ലോകം അല്ലേ? പലതാണ്. അപ്പം ബ്രഹ്മാവിന്റെ ലോകം മുതൽ ആ ബ്രഹ്മഭുവനാത് ലോകാഃ പുനരാവർത്തിനഃ, ഇതെല്ലാം തന്നെ എന്താണ്? പുനരാവർത്തിനഃ, വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതാണ്. ഇതിന് വരവും പോക്കുമുണ്ട്. ഹേ കൗന്ദേയ, അല്ലയോ കുന്തിപുത്ര, അതായത് ബ്രഹ്മാവ് തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാ. ബ്രഹ്മാവിന് ജന്മവും മരണവും ഉണ്ട് എന്ന് വരെ പറയുന്നു. അപ്പൊ ഓരോ സമയത്ത് ഓരോ ബ്രഹ്മാവാണ്. അപ്പൊ എത്രാമത്തെ ബ്രഹ്മാവ എന്ന് ചോദിക്കണം ബ്രഹ്മാവിനെ കണ്ടു കഴിഞ്ഞാൽ. അതിനെക്കുറിച്ചൊക്കെ പറയാൻ പോകുന്നുണ്ട്, ബ്രഹ്മാവിന്റെ കാലഗണനയെക്കുറിച്ചൊക്കെ. അപ്പൊ ഹേ കൗന്ദേയ മാം ഉപേത്യതു, എന്നെ പ്രാപിച്ചിട്ടാകട്ടെ, എന്നെ പ്രാപിച്ചു കഴിഞ്ഞാൽ ജന്മ ന വിദ്യതേ, പിന്നെ ജന്മം എന്നൊന്ന് ഇല്ല. അല്ലാത്തവന് ചിലപ്പം ബ്രഹ്മാവ് വരെ ആകാനൊക്കെ പറ്റിയെന്ന് വരും. ബ്രഹ്മാവ് വരെ ആകാം. ബ്രഹ്മലോകത്ത് പോയാലും അവിടെ എന്തുണ്ട്? പുനരാവൃത്തി, വരവും പോക്കും. അതുകൊണ്ടാണല്ലോ ഇന്ദ്രൻ ഒരു ദിവസം നേരെ താഴെ വീണത്. കേട്ടിട്ടില്ലേ? ഇന്ദ്രനായിരുന്ന, താൽക്കാലികം ഇന്ദ്രനായിരുന്ന ആള് ആരായിരുന്നു? നഹുഷൻ ഇല്ലേ? മൂപ്പർക്ക് ഒരു ഈ എട്ടക്കി മന്ത്രിമാർക്ക് ഒരാഴ്ചയൊക്കെ ഇരിക്കാൻ യോഗം ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ അതേപോലെ പണ്ട് പുരാണത്തിൽ നഹുഷന് ഒരു അവസരം കിട്ടി ഇന്ദ്രനാവാൻ. ഇന്ദ്രനായിട്ട് അങ്ങനെ അദ്ദേഹം അങ്ങനെ ഞെളിഞ്ഞ് ആ സീറ്റിൽ ഇരിക്കുമ്പോഴാണ് നാരദൻ ചെന്നത്. മൂപ്പരുടെ സമയം അധികം ഇല്ലല്ലോ ഇന്ദ്രന്റെ പദവിയിൽ. ചോദിച്ചു, അല്ല എന്തൊക്കെയാ വിശേഷങ്ങള്? എന്താ, വളരെ സുഖം തന്നെ. പക്ഷെ ഈ ഇന്ദ്രനെങ്ങനെ ഒറ്റയ്ക്ക് കാണുന്നത് അത്ര ശരിയില്ലല്ലോ. എവിടെ ഇന്ദ്രാണി? തൊട്ടടുത്ത് ഇന്ദ്രാണി വേണേ. അപ്പോഴാണ് ഇന്ദ്രന് തോന്നിയത് തൽക്കാലം, പക്ഷേ ഇന്ദ്രന്റെ ശരിയായിട്ടുള്ള ഇന്ദ്രാണിയാണത്, എന്നാലും കൊണ്ടുവരട്ടെ ഇന്ദ്രാണി എന്നായി. അങ്ങനെ ഇന്ദ്രാണിയെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതും അതാര് കൊണ്ടുവരണം, എങ്ങനെ കൊണ്ടുവരണം എന്നൊക്കെ ഉള്ളത് നാരദർ പറഞ്ഞു കൊടുത്തു. സപ്തഋഷികളാവട്ടെ പല്ലക്ക് ചുമക്കുന്നത് എന്നൊക്കെ അല്ലേ. അങ്ങനെ ആ പല്ലക്ക് ചുവന്നു പോകുന്ന നഹുഷന് എന്താ വേഗത്തില് സർപ്പ എന്ന് പറഞ്ഞപ്പോ സർപ്പോഭവ എന്നൊരു ഋഷി പറഞ്ഞു എന്നും നേരെ സർപ്പമായി താഴേക്ക് വീണു എന്നുള്ള കഥ ഭാഗവതത്തിൽ വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. പറഞ്ഞാൽ ഏറ്റവും വലിയ പദവി വരെ കിട്ടിയേക്കാം. അത് ബ്രഹ്മാവിന്റെ പദവിയാണെങ്കിലും ഭഗവാൻ പറയുന്നു അതെന്താണ്? അത് പുനരാവർത്തി, അതില് ആവർത്തനമുണ്ട്. പക്ഷെ എന്നെ അറിഞ്ഞു എങ്കിലോ പിന്നെ ജന്മ ന വിദ്യതേ, അവന് പിന്നെ ഒരിക്കലും ജന്മമുണ്ടാകുന്നില്ല. ജന്മമുണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ എന്നും ഉള്ളവനാണ് എന്ന് പറയാം. തുടർന്ന് സഹസ്രയുഗ പര്യന്തം അഹര്യത് ബ്രഹ്മണോ വിദുഃ രാത്രിം യുഗസഹസ്രാന്താം തേഹോരാത്രവിദോ ജനാഃ. സഹസ്രയുഗ പര്യന്തം അഹ യത് ബ്രഹ്മണഃ വിദുഃ രാത്രിം യുഗസഹസ്രാന്താം തേ അഹോരാത്രവിദഃ ജനാഃ. ബ്രഹ്മണഃ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന്റെ സഹസ്രയുഗ പര്യന്തം 1000
യുഗത്തോളമുള്ളതായിട്ട് യത് അഹഹ യാതൊരു പകലിനെ യുഗസഹസ്രാന്തം 1000 യുഗങ്ങളുള്ളതായിട്ടുള്ള യുഗത്തോളമുള്ളതായിട്ടുള്ള രാത്രിയെ. അപ്പം 1000 യുഗങ്ങളായിട്ടുള്ള പകല്, 1000 യുഗങ്ങളായിട്ടുള്ള രാത്രി. യേ ജനാഹ വിദുഹു യാതൊരു ജനങ്ങളാണോ അറിയുന്നത്, തേ അഹോരാത്രവിദഃ അവർ അഹോരാത്രത്തെ അറിയുന്നതാണ്. ആരുടെ? ഈ കാലത്തെ അറിയുന്നതാണ്. യുഗസഹസ്രാന്തം 1000 യുഗങ്ങളുള്ളതായിട്ടുള്ള യുഗത്തോളമുള്ളതായിട്ടുള്ള രാത്രിയെ. അപ്പം 1000 യുഗങ്ങളായിട്ടുള്ള പകല്, 1000 യുഗങ്ങളായിട്ടുള്ള രാത്രി. യേ ജനാഹ വിദുഹു യാതൊരു ജനങ്ങളാണോ അറിയുന്നത്, തേ അഹോരാത്രവിദഃ അവർ അഹോരാത്രത്തെ അറിയുന്നതാണ്. ആരുടെ? ഈ കാലത്തെ അറിയുന്നതാണ്. അപ്പൊ ഭാരതത്തിലെ ഈ ജ്യോതിഷം എന്നുണ്ടല്ലോ, കണക്ക്, ജ്യോതിശാസ്ത്രകാരന്മാര് ഇങ്ങനെ ഈ 1000 യുഗങ്ങളെ, ചതുർയുഗങ്ങളെയും മഹായുഗങ്ങളെയും കാലഗണനം ചെയ്യുന്നവരാണ്. അവരിതിന്റെയൊക്കെ കണക്ക് അറിയാം അവർക്ക്. ബ്രഹ്മാവിന്റെ പകൽ എത്ര യുഗമാണ്, ബ്രഹ്മാവിന്റെ രാത്രി എത്രയാണ്, അപ്പൊ ബ്രഹ്മാവിന്റെ പകലും നമ്മുടെ യുഗവും തമ്മിലൊക്കെ എന്താണ്. അപ്പൊ ഭഗവാൻ പറയുന്നത് ഇവിടെ വളരെ രസമാണ്. എന്താണ് രസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കുക. നാം ആരാണ് ഭഗവാൻ? ഇതാണ് ഭഗവാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയാം. ഇപ്പൊ ഈ കാലം എന്ന് പറയുന്നത്, സമയം എന്ന് പറയുന്നത് നാം വ്യവഹരിക്കുന്ന സമയമുണ്ടല്ലോ, ഇതൊരു നമ്മുടെ വ്യവഹാരമാണ് ഈ സമയം പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ബ്രഹ്മാവിന്റെ കാലം, യുഗം, പകല്, രാത്രി എന്നൊക്കെ പറയുന്നത് നമുക്ക് പിടികിട്ടാത്തതാണ്. അത്രയും വർഷങ്ങൾ ചേർന്നിട്ടുള്ളതാണ്. ഏതായാലും നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കാലഗണന എന്നൊക്കെ പറയുന്നത് വേണമെങ്കിൽ നമ്മൾ പറയും ഒരു ഗോൾഡൻ ജൂബിലി, പ്ലാറ്റിനം, സിൽവർ, ഇല്ലേ? അതായത് ഒരു യുഗം അല്ലെങ്കിൽ നമുക്ക് സഹസ്രാബ്ദം എന്നൊക്കെ പറയുമ്പോൾ തന്നെ എത്രയാ? 100 വർഷം, 150 വർഷം, അല്ലെങ്കിൽ 100 വർഷമൊക്കെ തന്നെ നമ്മളെ സംബന്ധിച്ച് അത് വലുതാണ്. 100 വർഷമൊക്കെ ആവുമ്പോഴേക്കും 100 വർഷം, 100ാം വർഷം ആഘോഷിക്കുകയാണ്. ദശാബ്ദം, ഇല്ലേ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ തന്നെ നമ്മുടെ ഇതിൽ വലുതാണ്. ഏതായാലും വർഷമാണ് നമ്മളെ സംബന്ധിച്ച് ഏകദേശം ഒരു വർഷത്തിന് പിന്നെ 25, 50, 75, 100 ഒക്കെ കണക്കാക്കും. വർഷത്തിൽ നിന്ന് നമ്മൾ പിറകിലേക്ക് വരുമ്പം വർഷത്തിനെ പിന്നെ ഇങ്ങനെ കൂട്ടാം. വർഷത്തിൽ നിന്ന് ഇതിന് എവിടുന്ന് വേണമെങ്കിലും തുടങ്ങാം. ബ്രഹ്മാവിന്റെ യുഗത്തിൽ നിന്ന് തുടങ്ങാം. ചിത്രേതാ യുഗത്തിലോ സത്യയുഗത്തിലോ ദ്വാപര യുഗത്തിലോ ഏത് യുഗത്തിൽ വേണമെങ്കിലും അവിടേക്ക് പോവാം. പക്ഷെ നമുക്ക് അത്ര അങ്ങോട്ട് പോകണ്ട, നമുക്കൊന്നും ഇങ്ങോട്ട് താഴേക്ക് വരാം. അപ്പൊ വർഷത്തിന്റെ സൂക്ഷ്മമായിട്ടുള്ളത് എന്താണ്? വർഷം നിലനിൽക്കുന്നത് ഏതുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ മാസമാണ്, അല്ലേ? 12 മാസമാണ് ഒരു വർഷം. ആ മാസങ്ങൾ നിലനിൽക്കുന്നത് എങ്ങനെയാണ്? ഇതിൽ തന്നെ കൃഷ്ണപക്ഷവും ശുക്ലപക്ഷവും ഉണ്ട്. അതായത് 6 മാസവും 6 മാസവും. ഒരു വർഷത്തിന് തന്നെ 2 ഭാഗങ്ങളുണ്ട്, കൃഷ്ണപക്ഷവും ശുക്ലപക്ഷവും, കറുത്ത പക്ഷവും വെളുത്ത പക്ഷവും. ശരി, ഇനി മാസങ്ങൾക്ക് ആഴ്ചകളാണ്, 4 ആഴ്ചകളാണ് മാസങ്ങൾ. ആഴ്ചകൾ നിൽക്കുന്നതോ ദിവസങ്ങളാണ്, ദിവസങ്ങൾ നിൽക്കുന്നതോ മണിക്കൂറുകളാണ്, മണിക്കൂർ നിൽക്കുന്നതോ സെക്കൻഡിലാണ്, സെക്കൻഡ് നിൽക്കുന്നതോ മിനിറ്റിലാണ്, മിനിറ്റിൽ നിൽക്കുന്നത് സെക്കൻഡിലാണ്. സെക്കൻഡാണ് നമ്മുടെ കാലഗണനയിൽ ഏറ്റവും സൂക്ഷ്മമായത്, അല്ലേ? സെക്കൻഡ്. അപ്പൊ സെക്കൻഡിന്റെ പിറകിലേക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ മൈക്രോ സെക്കൻഡ്, മില്ലി സെക്കൻഡ് ഇങ്ങനെ വരുന്നു. ഒരിക്കലും നാം നിർണയിച്ച് ലോകത്തോളം സത്യമെന്ന് കരുതുന്ന ഈ കാലത്തിൽ നാം വ്യവഹരിക്കുന്നത് സെക്കൻഡിലാണ് നാം ആരംഭിക്കുന്നത്. ഫസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാലോ ഫസ്റ്റ് ഇല്ല. ഫസ്റ്റിനെയാണ് ഭഗവാൻ ഇവിടെ ഞാൻ എന്ന് പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഘടികാരത്തില്, നമ്മുടെ വാച്ചില് അതിൽ സെക്കൻഡ് സൂചിയല്ലേ ഉള്ളത്? ഫസ്റ്റ് സൂചി ഉണ്ടോ? ഒരു ഫസ്റ്റ് ഞാനിപ്പോ വരാം എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഒരു സെക്കൻഡ്, അല്ലേ? സെക്കൻഡ് എന്ന് പറഞ്ഞാൽ
സെക്കൻഡ്. അത് ടൈം എന്താണ്? രണ്ട് സംഭവങ്ങളുടെ ഇടയിലുള്ള ദൂരത്തെയാണ് സമയം എന്ന് പറയുന്നത്. ഈ സമയത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ അത് ഭൗതിക ശാസ്ത്രം പറയുന്ന ദ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം വായിച്ചാൽ മതി. ഹോക്കിൻസിന്റെ അദ്ദേഹം സമയത്തെക്കുറിച്ച് ഇതുവരെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ ശാസ്ത്രം, നമ്മുടെ ആചാര്യന്മാര് പറയുന്നതും ഏറെക്കുറെ അതൊക്കെ തന്നെയാണ്. അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല സമയത്തെക്കുറിച്ച് അവരും നമ്മളും കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ രണ്ട് സംഭവങ്ങൾക്കിടയിൽ ഉള്ള ആ ദൂരത്തെ, അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ സംഭവങ്ങളൊന്നുമില്ല, കർമ്മങ്ങളൊന്നുമില്ല. ഇവിടെ വെച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭഗവാനെ അറിയുന്നത് എങ്ങനെ, ഇതെല്ലാം നമ്മൾ ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്. എവിടെ? കാലാതീതനാണ് നാരായണൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കാലയവനുമായിട്ടുള്ള ഭഗവാന്റെ യുദ്ധത്തില് കാലയവന് മുന്നേ ഓടി ആര്? നാരായണൻ അല്ലേ? ഭഗവാൻ മുൻപില്, കാലയവനൻ പിറകില്. നമ്മൾ ഒരു സന്ദർഭത്തിൽ ഇതിനെ ഒന്ന് വിചാരം ചെയ്തതാണ്. കാരണം കാലത്തിന് മുൻപേ പോകുന്നവനാണ് ഭഗവാൻ. അത് കാലം പിറകിലാണ് എപ്പോഴും. അതുകൊണ്ട് ഫസ്റ്റിൽ എന്തില്ല? ടൈമില്ല. അതുകൊണ്ട് ഫസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സൂചി തന്നെ നമുക്കില്ല. ഫസ്റ്റ് സൂചി അപ്രസക്തം. അങ്ങനെ ഒരു ഫസ്റ്റ് സൂചി വെച്ചു കഴിഞ്ഞാൽ സമയം ഉണ്ടാവില്ല, സമയത്തെ നിർണയിക്കാൻ സാധ്യമല്ല. ഫസ്റ്റിൽ കാലവുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് അതിനെ അറിയുക എന്നുള്ളതോ വളരെ സൂക്ഷിച്ച് മനസ്സിലാക്കണം. എങ്ങനെ മനസ്സിലാക്കണം? ഈ അറിയുക എന്നത് ശരിക്കു പറഞ്ഞാൽ നാം ഈ ഇന്നലകളിൽ സംഭവിക്കുന്നതാ. ഇന്നലകളിൽ എന്തൊക്കെ നമ്മൾ നേടിയിട്ടുണ്ടോ അതിനെയൊക്കെ രേഖപ്പെടുത്തി വെക്കലാണ് അറിവ്. ആ അറിയലല്ല ഇവിടെ പറയുന്നത്. കാരണം അറിയലിന് മുൻപേ നിലവിലുള്ളതിനെ അറിയുക എന്നത് സാധ്യമല്ല. എന്താണ് ഇവിടെ അറിയേണ്ടത്? അറിയലിന് മുൻപേ ഉള്ളതിന്, അറിയലിന് മുൻപേ നിലവിലുള്ള ഒന്നിനെ അറിയുക എന്നത് ഒരിക്കലും നടക്കാത്തതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രവൃത്തികൾക്കും മുൻപേയുള്ള ഇതിനെ, ഇവിടെ നിങ്ങൾക്ക് പിടികിട്ടിയ കാര്യം പിടികിട്ടുവേ, ഇവിടെ ഇന്ന് ഇപ്പൊ അറിയലിന് മുൻപേ ഉള്ളതിനെ അറിയുക എന്നത് ബുദ്ധിമുട്ടാണ്. ഇതൊരറിവാണ്. അതുപോലെ പ്രവൃത്തികൾക്ക് മുൻപേയുള്ളതിനെ പ്രവൃത്തി കൊണ്ട് അറിയാന്നുള്ളതും നടപ്പിലില്ലാത്ത കാര്യമാണ്, നടക്കാത്തതാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം പ്രവൃത്തിക്ക് മുൻപേയുള്ള ഒന്നിനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവൃത്തി കൊണ്ട് നേടാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധ്യമല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഋഷി രണ്ട് വാക്ക് കണ്ടുപിടിച്ചത്. എന്താ രണ്ട് വാക്ക്? ഒന്ന് അവർ പറയുന്നത് നിഷ്കാമം എന്ന് പറയില്ലേ, നിഷ്കാമകർമ്മം. നിഷ്കാമകർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് നിഷ്കാമകർമ്മം. പ്രവൃത്തിയെ കൊണ്ട് ഇതിനെ നേടാൻ പറ്റില്ല എന്ന അറിവിൽ ചെയ്യുന്ന കർമ്മം നിഷ്കാമകർമ്മം എന്ന് പറയാം. പിന്നെയോ ഇതിനെ എന്താ പറയാ? നമ്മൾ പറയില്ലേ, അറിയാൻ സാധിക്കും എന്ന് അറിയാതിരിക്കൽ തന്നെ, അത് തന്നെയാണ് അറിവ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് അതിനെ ജ്ഞാതവ്യം എന്നൊക്കെ ഋഷി പറയുന്നു. അതുകൊണ്ട് അതിനെ അറിയാൻ സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ എല്ലാ അറിവിനും മുൻപേയുള്ളവൻ. തദ്ദേവ നൈനം ആപ്നുവൻ, അതിനെ പ്രാപിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? അത് പൂർവമർഷത്, മുൻപേ പോയിട്ടുള്ളതാണ്. ഈ ഓടുന്ന എല്ലാറ്റിനും മുൻപേ പോയവനാണ് അവൻ. അതിലാണ് ഇതെല്ലാം ഓടുന്നത് എന്നുള്ളത് കൊണ്ട്. അപ്പൊ നാരായണൻ, അപ്പൊ എന്നെ അറിഞ്ഞു കഴിഞ്ഞാലോ, എന്നെ ഇവിടെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മാവിന്റെ ലോകത്തിൽ പോലും ഈ പുനരാവർത്തിയുണ്ട്. എന്റെ ലോകത്തിൽ ആവർത്തികളും ഒന്നുമില്ല. ഞാനായിട്ട് അങ്ങനെ നിലകൊള്ളുന്നു എന്ന് പറയും. മനസ്സിലായല്ലോ? ഇനി നമുക്ക് മുൻപിലേക്ക് പോവാം എന്ന് പറയും. അവ്യക്താദ്യക്തയഃ സർവാഃ പ്രഭവന്ത്യഹരാഗമേ രാത്രാഗമേ പ്രലീയന്തെ തത്രൈവാവ്യക്തസംജ്ഞകേ. അവ്യക്താത് വ്യക്തയ സർവാഹ പ്രഭവന്തി അഹരാഗമേ
രാത്ര്യാഗമേ പ്രലീയന്തേ തത്ര ഏവ അവ്യക്ത സംജ്ഞകേ. അഹരാഗമേ, അഹ ആഗമേ, പകലിന്റെ വരവിൽ, അതായത് ബ്രഹ്മാവിന്റെ പകലാവുമ്പോൾ, ബ്രഹ്മാവിന് രാവിലെ ആവുന്ന സമയത്ത്, ബ്രഹ്മാവ് അങ്ങനെ ഒന്ന് രാവിലെ, ബ്രഹ്മാവിന്റെ ലോകത്തെക്കുറിച്ച് ആലോചിക്കാം. ഈ ലോകമൊക്കെ നമുക്ക് അയ്യോ ഇതൊന്നും ഇല്ലാത്തതാണെന്നൊന്നും പറയണ്ട. കാരണം പല ലോകങ്ങളെക്കുറിച്ച് നമുക്ക് ഇനി അറിയേണ്ടതുണ്ട്, പലരുടെ ലോകങ്ങളെക്കുറിച്ച്. അവ്യക്താവ്, അതെങ്ങനെയാണ്? അവ്യക്തത്തിൽ നിന്ന്, അവ്യക്താവ് എന്ന് പറയുമ്പോൾ ആ ചൈതന്യ പ്രകൃതിയിൽ നിന്ന്, ആ പ്രകൃതത്തിൽ നിന്ന് വ്യക്തയ, വ്യക്തയ ചരാചരങ്ങള്, വ്യക്തികള്, സർവാഹ പ്രഭവന്തി, എല്ലാം തന്നെ ഉണ്ടാകും. അപ്പൊ ബ്രഹ്മാവിന്റെ പകലാകുന്ന സമയത്ത് എല്ലാം ഉണ്ടാകും. എന്നിട്ടോ രാത്രിയാഗമേ, രാത്രിയുടെ വരവിൽ, ബ്രഹ്മാവിന്റെ രാത്രിയുടെ വരവില് അവ്യക്ത സംജ്ഞകേ, അവ്യക്തം എന്ന സംജ്ഞയോട് കൂടിയിട്ടുള്ള, പേരോട് കൂടിയിട്ടുള്ള തത്ര ഏവ പ്രലീയതേ, അതിൽ തന്നെ എല്ലാം വിലയം ചെയ്യുന്നു, വിലയം കൊള്ളുന്നു. അപ്പൊ നോക്കൂ, ബ്രഹ്മാവ് ഉണരുമ്പോ എല്ലാം ഉണരുന്നു. ബ്രഹ്മാവ് ഉറങ്ങുന്ന സമയത്ത് എല്ലാം ലയിക്കുന്നു. വാ വാ വാ, തന്നെയല്ലേ നമ്മുടെ സ്ഥിതി. നമ്മൾ ഉണരുന്ന സമയത്ത് എല്ലാം, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് എല്ലാം. അപ്പം ഓരോ ദിവസം ഇങ്ങനെ ഉണർന്ന് ഉറങ്ങി, ഉണർന്ന് ഉറങ്ങി, ഉണ്ട്. നാരായണഗുരു കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഈ ഉണരുന്നവനും ഉറങ്ങുന്നവനും ആരാണ് ഞാൻ? എന്തൊക്കെയാണ് എന്നിലിങ്ങനെ സംഭവിക്കുന്നത്? ഈ വിശ്വത്തിനൊക്കെ ഉണ്മ കൊടുക്കുന്നവൻ ആരാണ്? ആരാ? ഉറങ്ങുന്നവർക്ക് ഇപ്പം ജ്ഞാനയജ്ഞമുണ്ടോ? ഇവിടെ തന്നെ ഉറങ്ങുന്നവർക്ക് ഉണ്ടെങ്കിൽ ഇല്ല എന്ന് പറയാം. അപ്പൊ ആരെങ്കിലും ഉറങ്ങുന്നുവെങ്കിൽ അവർക്ക് ഈ ലോകം ഇല്ല. ഉണർന്നവനാണ് ഈ ലോകം. ഇതിൽ പല പല ഉണരലുണ്ട്. ഓരോരുത്തരും ഓരോന്നിലേക്ക് ഉണർന്നിരിക്കുന്നു. സ്ഥിതപ്രജ്ഞ ലക്ഷണത്തില് ജ്ഞാനിയുടെ ഉണർവിനെക്കുറിച്ച്, അല്ലേ, അജ്ഞാനിയുടെ ഉറക്കത്തെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞു. ഏതൊന്നിലാണ് എല്ലാവരും ഉണർന്നിരിക്കുന്നത് അതിലേക്ക് ജ്ഞാനി ഉറങ്ങിയിരിക്കുന്നു. ഏതൊന്നിലാണോ എല്ലാവരും ഉറങ്ങിയിരിക്കുന്നത് ജ്ഞാനി അതിൽ ഉണർന്നിരിക്കുന്നു. നമ്മൾ ഗൂർഖയുടെ ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളതല്ലേ? അതായത് പകല് മുഴുവൻ കിടന്നുറങ്ങിയിട്ട് രാത്രിയാവുമ്പം ഉണർന്നിരിക്കുന്ന ഒരാളെന്നോ അല്ല. ആത്മാവില് തന്നെക്കുറിച്ച് അറിയുന്ന കാര്യത്തിൽ എല്ലാവരും ഉറങ്ങിയിരിക്കുന്നു. അതിലാണ് അദ്ദേഹം ഉണർന്നിരിക്കുന്നത്. ഭൗതികമായ ഭൂതസംബന്ധമായതിലേക്ക് സദാ കണ്ണും വെച്ചിരിക്കുന്ന ആളുകള് അതിൽ അദ്ദേഹം ഉറങ്ങിയിരിക്കുന്നു. അപ്പൊ ഇവിടെയും എന്താണ്? ബ്രഹ്മാവിന്റെ രാത്രി, ബ്രഹ്മാവിന്റെ പകൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വലിയൊരു തലത്തില് ചിന്തിച്ചുകൊള്ളുക. നമുക്കും നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ പലതിലും നമ്മളും ഉറങ്ങും എന്ന് പറയാം, അല്ലേ? നിസ്സാര കാര്യങ്ങളിലൊക്കെ ചിലര് ഒരുപാട് എന്താ പറയുക, ഊർജത്തെ വ്യയം ചെയ്യുന്നുണ്ട്. നമുക്ക് അത്ഭുതം തോന്നും. നമുക്ക് അത്ഭുതം തോന്നിയിട്ട് കാര്യമൊന്നുമില്ല. അവരെ സംബന്ധിച്ച് അത് വലിയ കാര്യമാണ്, വലിയ കാര്യമാണ്. വലിയ വിദ്യാഭ്യാസമുണ്ട്, എല്ലാം ഉണ്ട്, ധനമുണ്ട്. പക്ഷെ നിസ്സാര കാര്യങ്ങൾ മതി അവരാകെ. എന്നാലും അങ്ങനെ ഇല്ലേ? നിങ്ങൾക്ക് തോന്നാറില്ലേ ചിലപ്പം അങ്ങനെയുണ്ട് എന്ന്? എന്തിനാ ഇവരൊക്കെ ഇങ്ങനെ നിസ്സാര കാര്യത്തിൽ ഇതാവുന്നത് എന്ന്? പക്ഷെ അവരുടെ ലോകം അങ്ങനെയാണ്. അവർ ആ ലോകത്തിൽ അങ്ങേയറ്റം വ്യാപൃതരാണ്. ഇപ്പൊ ബ്രഹ്മാവിന്റെ ലോകമൊക്കെ സങ്കല്പിക്കണമെങ്കിലേ ബ്രഹ്മാവിന്റെ ലോകത്തിൽ ഇതൊന്നും ഒരു വിഷയമല്ല എന്ന് പറയും. ബ്രഹ്മാവ് അങ്ങനെ നോക്കൂ. നിങ്ങൾ എപ്പോഴെങ്കിലും സ്വാമിക്ക് മനുഷ്യന്മാരായിട്ട് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടുന്ന 2-3 കാര്യങ്ങളുണ്ട്. നമുക്കത് വളരെ നമ്മൾ ആളുകളോട് പറയാറുള്ളതാണ്. ഒരുപാട് കാശ് നമ്മൾ പലതിനും വേണ്ടി ചെലവാക്കുന്നുണ്ട്. ഒരുപാട് കാശ് പല കാര്യത്തിലും വേണ്ടി. നമുക്ക് ഒരു കാര്യം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ചില കാഴ്ചകളൊക്കെ നമ്മളെ സഹായിക്കും.
അതുകൊണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് വിമാനയാത്ര ചെയ്യണം, എവിടേക്കെങ്കിലും. തിരിച്ചിങ്ങോട്ട് ആരെങ്കിലും നാട്ടുകാർ ഇവിടുന്ന് നമ്മുടെ ആരെങ്കിലുമൊക്കെ ബോംബെയിലോ മദ്രാസിലോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു മാസമൊക്കെ മുമ്പ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ വലിയ ചാർജൊന്നും വരില്ല. എന്തിനാണ് ഈ യാത്ര? പരിഷ്കാരത്തിന് വേണ്ടിയിട്ടല്ല. പിന്നെയോ മുകളിലൊന്ന് പോയിട്ട് താഴേക്കൊന്ന് നോക്കാൻ വേണ്ടി. നേരത്തെ കാലത്തെ പറഞ്ഞേക്കുക എനിക്ക് വിൻഡോ സീറ്റ് തന്നെ വേണം, വിമാനത്തിന്റെ സൈഡ് സീറ്റ്. അതിന്റെ ആ ഷട്ടറൊക്കെ ഒന്ന് തുറന്നു വെച്ച് താഴേക്ക് നോക്കുക. താഴേക്ക് ഇങ്ങനെ ഇതിങ്ങനെ പൊങ്ങുന്ന സമയത്ത്, പൊങ്ങിക്കഴിഞ്ഞാൽ ഈ എന്താ പറയുക, കളിവീട് പോലെ അല്ലെങ്കിൽ ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങൾ പോലെ ഇതിങ്ങനെ പെട്ടെന്ന് തന്നെ പിന്നെ അത് മറയും. പിന്നെ അത് കഴിഞ്ഞാലുള്ള ആ മേഘങ്ങളും എല്ലാം ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ഒക്കെ ആ ഒരു നമ്മളൊന്ന് ഉയർന്നു കഴിഞ്ഞാൽ എത്ര നിസാരം ഇത്. ഒരു ദൈവം മുകളിൽ നിന്ന് നോക്കുന്നു എന്ന് പറയില്ലേ, ഇതുപോലെ ഒരു കാഴ്ച നമുക്ക് കിട്ടും, വലിയൊരു കാഴ്ചപ്പാട്. ഒരു യാത്ര വിമാനയാത്ര, രണ്ടാമത്തെ യാത്ര ഒരു കപ്പൽ യാത്ര, അതും ചെയ്യണം. പറ്റുമെങ്കിൽ ഇവിടുന്ന് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ പല ദ്വീപുകൾ, ഈ ലക്ഷദ്വീപിലേക്കൊക്കെ ഒന്ന് പോയിക്കോളൂ, ഒരു 2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഒരു ഹിമാലയ യാത്ര. അതെന്താ? ഇതൊക്കെ ആവശ്യമാണ്. ഹിമാലയത്തിന്റെ ആ ഔന്നിത്യം കാണുമ്പം നമ്മുടെ ചെറുപ്പം നമുക്ക് ബോധ്യമാവും. ഞാൻ എത്ര നിസ്സാരനാണ്. ഹിമാലയ പർവ്വതം അങ്ങനെ നിലകൊള്ളുന്നത് കാണുമ്പം വലിയ കേമനായ ഞാൻ ഒന്നുമല്ല എന്ന് ബോധ്യമാവും അവിടെ ചെന്ന് കഴിഞ്ഞാൽ. ഈ ഹിമാലയം എന്ന് പറഞ്ഞാൽ ഒരു പർവ്വതമല്ല, പർവ്വതങ്ങളുടെ എന്താ പറയാ, ഏക്കർ കണക്കിന് പർവ്വതങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ ചില പർവ്വതങ്ങളൊക്കെ അങ്ങനെ കേമന്മാരായിട്ട് നിലകൊള്ളുമെന്ന് പറയാം. ഇത് നമ്മൾ കാണേണ്ട ഒന്നാണ്. പ്രകൃതിയുടെ ഏറ്റവും വലിയൊരു പ്രകൃതിയെ ഒന്ന് വേറിട്ട് കാണണമെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ തെങ്ങിന്റെ മുകളിൽ കയറി ഒന്ന് താഴേക്ക് നോക്കിട്ടേക്ക് വരും, അതേതായാലും ബുദ്ധിമുട്ടാണ്. ഇതൊന്ന് നിങ്ങൾ ആലോചിക്കും. പോയിട്ടുള്ളവർ ചിലരെന്താണെന്നറിയോ, ഈ പോയിട്ടുള്ളവർ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നവർ തന്നെ ഇവിടുന്ന് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും ഈ പോയിട്ടുള്ളവർ. എന്നിട്ട് അവർ പറയും, അയ്യോ അതിൻ്റെ ഉള്ളിൽ പഞ്ഞി തിരികോളൂ, പിന്നെ കണ്ണടച്ചങ്ങോട്ടിരുന്നാൽ മതി, ബെൽറ്റ് ഇട്ടിട്ട് മുറുകെ പിടിച്ച് നാമം ജപിച്ചിരുന്നോളൂ. ഈ ചിലർ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നവരെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും അങ്ങനെ ഇല്ലേ. അതല്ല, അത് ശരിക്കും അത് ആസ്വദിക്കണം എന്ന് പറയുക. അത് ചെയ്യാൻ ശ്രമിക്കും. മേഘങ്ങളും എല്ലാം കാണും. അതുപോലെ കപ്പൽ യാത്ര, അതുപോലെ ഹിമാലയ യാത്രയും ചെയ്യൂ. എവിടെയെങ്കിലുമൊക്കെ കാട്ടിൽ പോവുക, ഇതൊക്കെ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ചെയ്യേണ്ടതാണ്. എന്തിനാ? വലിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ലോകം, നമ്മൾ ഇത്ര കാലം ഞാൻ ഏത് ലോകത്തിലാണ് കഴിഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാവും. കഷ്ടം എന്ന് നമുക്ക് തോന്നും. ഇതിപ്പോ എന്താണെന്നറിയാം, ഇപ്പം ആകെ നമ്മുടെ ഒരു ലോകം എന്ന് പറയുന്നത് ആ സീരിയൽ ലോകമാണ്. അതിൽ നിരന്തരം കാണുന്നതൊക്കെയാണ് നമ്മളെ സ്വാധീനിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് ഇതാണ് ലോകം എന്ന ധാരണ. ഇതൊന്നുമല്ല ലോകം. അതുകൊണ്ട് ഒന്ന് ഉയർന്നു കഴിഞ്ഞാൽ അപ്പൊ ബ്രഹ്മാവിന്റെ ലോകമൊക്കെ നമുക്ക് പിടികിട്ടും. അതുകൊണ്ടാണല്ലോ കൽപ്പന ചൗള അവരുടെ ഈ ഇതിന്റെ ദുരന്തത്തിന് ശേഷം അവരുടെ ഒരു ഇന്റർവ്യൂ കാണിക്കുന്നുണ്ട് ടിവിയിൽ. അവർ പറയുന്ന ഭൂമിയെക്കുറിച്ച് എന്താ 28 30 എത്രയോ പ്രാവശ്യം അവർ ഭൂമിയെ ഇങ്ങനെ വലം വെച്ചു. ആ സമയത്ത് അവരൊക്കെ അവരുടെ വരികളൊക്കെ അവരുടെ ഫ്രണ്ട്സിന് സുഹൃത്തുക്കളെ ആലോചിച്ചു. ആ സമയത്ത് അവരെഴുതിയ കുറിച്ചിട്ട വരികളൊക്കെ ഗംഭീര കവിതകളാണ്. അവർ പറയുന്നു, ജീവൻ എന്ന മഹാപ്രതിഭാസത്തിന്റെ അവകാശികളാണ് ഞാൻ അതിന്റെ അവകാശിയാണ്. ഭൂമിയിൽ നമ്മൾ ഓരോരുത്തരും ഇതറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിദ്വേഷങ്ങളും ഇല്ലാതെയാവുന്നതാണ്. അപ്പൊ അതൊരു വലിയൊരു കാഴ്ചപ്പാടാണ്. ഭൂമിയിൽ നിന്ന് തന്നെ വേറിട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു കാഴ്ചപ്പാടാണ്. അതിനെ വലം വയ്ക്കുന്ന സമയത്ത് അതിന്റെ സൗന്ദര്യം മുഴുവൻ നമുക്ക് ആ ജീവിതം എന്നതിന്റെ, ജീവൻ എന്നതിന്റെ അതിന്റെ ഉടമയാണ് നാം എന്നറിയുമ്പോൾ ഉള്ളൊരു അപ്പൊ അതിന്റെയാണല്ലോ ഞാൻ അതിന്റെ ഉടമയായി ഇരിക്കുമ്പോൾ ഞാൻ എന്തിനാ ഇതിനൊക്കെ ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്? പകലും രാത്രിയും ഏതിലാണ് നാം
ഉണർന്നിരിക്കുന്നത്, ഏതിലാണ് നാം ഉറങ്ങിയിരിക്കുന്നത്. ഇതാണ് രാത്രിയും പകലും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മാവ് അങ്ങനെ കൂർക്കം വലിച്ചുറങ്ങുക, അങ്ങനെ ഉണർന്ന് നാം ബ്രഹ്മത്തിലേക്ക് ഉണർന്നിരിക്കുക. ഇനി ഉറങ്ങിയിരിക്കുന്നതും ആ ബ്രഹ്മഭാവത്തിൽ തന്നെ ആവട്ടെ എന്ന് പറയും. നമ്മുടെ ഉണർവും ഉറക്കവും അതിൽ പകലും രാത്രിയും ഏതിലാണ് നാം ഉണർന്നിരിക്കുന്നത്, ഏതിലാണ് നാം ഉറങ്ങിയിരിക്കുന്നത്. ഇതാണ് രാത്രിയും പകലും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മാവ് അങ്ങനെ കൂർക്കം വലിച്ചുറങ്ങുക, അങ്ങനെ ഉണർന്ന് നാം ബ്രഹ്മത്തിലേക്ക് ഉണർന്നിരിക്കുക. ഇനി ഉറങ്ങിയിരിക്കുന്നതും ആ ബ്രഹ്മഭാവത്തിൽ തന്നെ ആവട്ടെ എന്ന് പറയും. നമ്മുടെ ഉണർവും ഉറക്കവും അതിൽ തുടർന്ന് ഭൂതഗ്രാമ സ ഏവായം ഭൂത്വാ ഭൂത്വാ പ്രലീയതേ രാത്ര്യാഗമേ വശ പാർത്ഥ പ്രഭവത്യഹ രാഗമേ. ഭൂതഗ്രാമഃ സ ഏവായം ഭൂത്വാ ഭൂത്വാ പ്രലീയതേ രാത്ര്യാഗമേ അവശ ഹേ പാർത്ഥ പ്രഭവതി അഹരാഗമേ. അല്ലയോ അർജുന, സഹ അയം ഭൂതഗ്രാമഃ ഏവ അവശഃ. സഹ അയം ഭൂതഗ്രാമഃ ഏവ, ഈ ഭൂതഗ്രാമം തന്നെയാണ് അവശഃ, അസ്വതന്ത്രമായി, യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാതെ. എന്തുകൊണ്ടെന്നാൽ എന്റെ പ്രകൃതിക്ക്, മായ പ്രകൃതിക്ക് അധീനരായി എന്നാണ്. അസ്വതന്ത്രരായി എന്ന് പറഞ്ഞാൽ അതിൽ ഭഗവാൻ പറഞ്ഞു പുണ്യം പാപം ഇത്യാദി കാര്യങ്ങളെല്ലാം പെടുന്നതാണ്. ചേർത്ത് മനസ്സിലാക്കിക്കൊള്ളണം. ഭൂത്വാ ഭൂത്വാ രാത്ര്യാഗമേ, ഭൂത്വാ ഭൂത്വാ വീണ്ടും വീണ്ടും ഭവിച്ചിട്ട് ജനിച്ചിട്ട്, രാത്ര്യാഗമേ രാത്രി വരുമ്പോൾ, പ്രലീയതേ പ്രകർഷേണ ലീയതേ നന്നായി ലയിക്കുന്നതും, അഹരാഗമേ പകൽ വരുമ്പോൾ പ്രഭവതി ജനിക്കുന്നതും. അപ്പൊ എന്റെ അറിവോടുകൂടിയിട്ടാണ് ഈ എല്ലാം സംഭവിക്കുന്നത്. ഞാൻ അതിലങ്ങനെ ഒരു അറിവായി നിലകൊള്ളുന്നു എന്ന് പറയാം. അതായത് ഒരു വൃക്ഷത്തിന്റെ നിശബ്ദമായ അറിവോടുകൂടിയല്ലാതെ ഒരില പോലും പഴുക്കുന്നില്ല, ഒരില പോലും വീഴുന്നില്ല എന്നുള്ളതാണ്. ഇതുപോലെയാണ് ഭഗവാൻ അങ്ങനെ വിരാജിക്കുന്നത്. നമുക്ക് ചിലപ്പം തോന്നാം വൃക്ഷത്തിന് അതൊന്നും അറിയില്ല. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ ഇവിടുത്തെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പയൽവാനില്ലേ, ആ റെസ്ലർ, ഗുസ്തിക്കാരൻ, ആ ഗുസ്തിക്കാരനെ വിളിച്ചിട്ട് ആ ഗുസ്തിക്കാരൻ അങ്ങനെ ഇരിക്കുകയാണ് കസേരയിൽ. ഇവൻ ഭയങ്കരനല്ലേ, മൈക്ക് ടൈസൺ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടില്ലേ, നമ്മുടെ അരയുടെ വന്നുണ്ടാവും കഴുത്തിന്, അജാതിയാണെന്ന്. ആ വിദ്വാൻ അങ്ങനെ ഇരുന്ന് അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് ഒരു രോമം, ഒരു വലിച്ചു നോക്കൂ, ഇത്ര വലിയ ആളായതുകൊണ്ട് അറിയാൻ വഴിയില്ല എന്ന്. വിവരം അറിയും ഇല്ലേ? ഒരു ഇടികൊണ്ട് നമ്മുടെ കഥ കഴിയും. അതുകൊണ്ടാണ് ഒരിക്കലും അങ്ങനെ ഒരു ഗുസ്തിക്കാരൻ ഒരു വേദിയിൽ പാട്ട് പാടുക. പാട്ടെന്ന് പറഞ്ഞാൽ അയ്യോ സഹിക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന്റെ പാട്ട്. ഒരു പാട്ട് ആളുകൾ ഒപ്പിച്ചു, അടുത്തതും പാടാൻ തുടങ്ങി. ഒരാൾക്ക് ദേഷ്യം വന്നു, പറഞ്ഞു ആരാ ഇയാളോട് ഈ പാടാൻ പറഞ്ഞ്, ഒന്ന് നിർത്താൻ പറയുന്നു. അപ്പൊ സംഘാടകർ പറയാ, അതാപ്പം ഞങ്ങൾ ആലോചിക്കണം, ആര് പറയും നിർത്താൻ? ആരാ അങ്ങോട്ട് പോയിട്ടൊന്ന് നിർത്തുമെന്ന് പറയാ, പേടിയാണ് എല്ലാവർക്കും പറയാൻ. ഏതായാലും ഒരു വൃക്ഷത്തിന്റെ നിശബ്ദമായ അറിവോടുകൂടിയല്ലാതെ ഒരില പോലും പഴുക്കുന്നില്ല, ഒരില പോലും വീഴുന്നില്ല എന്നതുപോലെ ആ ബ്രഹ്മത്തിന്റെ അറിവിൽ, ആ പരമമായ അറിവിൽ എല്ലാം സംഭവിക്കുന്നു. അറിയണം, അവശരായിട്ട് വീണ്ടും വീണ്ടും ജനിക്കുന്നു, രാത്രിയാവുമ്പോൾ എല്ലാം ഉറങ്ങുന്നു, പകലാവുമ്പോൾ വീണ്ടും ഉണരുന്നു. നമ്മുടെയൊക്കെ സ്ഥിതി ഇത് തന്നെയാണ്. സമഷ്ടി, ആ വ്യഷ്ടിയും സമഷ്ടിയും എല്ലാറ്റിനും ഒരു ഉറക്കമുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ
നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന ഒരു കിണറിന്റെ അടുത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കിണർ ഉറങ്ങുകയാണ്. അല്ലെങ്കിൽ ഒരു കുളമാകട്ടെ, ആ കുളം ഉറങ്ങുകയാണ്. അതുകൊണ്ട് ആ പൂർവികന്മാര് ഈ ഉറങ്ങുന്ന സമയത്ത് പോയി കുളിക്കരുത് എന്ന് പറയുന്നത്. ആര്? ഈ രാത്രി അർദ്ധരാത്രിയിലൊന്നും പോയിട്ട് കുളത്തിലൊന്നും പോയി കുളിക്കാൻ പാടില്ല എന്ന് പറയുന്ന അതുകൊണ്ടാണ്. എല്ലാറ്റിനും ഒരു ഉറക്കമുണ്ട്. ചെടികൾ ഉറങ്ങുന്നു അല്ലേ? അതുപോലെ അതിന്റെ ഒരു ഉണർവുമുണ്ട്. രാവിലെ ആയി കഴിഞ്ഞാൽ നോക്കിയാൽ മതി. പലപ്പോഴും നമ്മളിതെല്ലാം ഉണർന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉണരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതൊന്നും അറിയാത്തത്. എല്ലാറ്റിൻ്റെയും ഒരു ഉണർച്ച. അതുകൊണ്ടാണ് ഭൂമിയുടെ ഉണർച്ച കോഴി പോലുള്ള ജീവികൾ അറിയുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കോഴി കൂകുന്നത്. ഇപ്പൊ കോഴിക്കും കൺഫ്യൂഷനാണ്, എപ്പോഴാണ് രാത്രി എപ്പോഴാണ് പകല് എന്നൊക്കെ. അപ്പൊ ജലം ഉണർന്നു കഴിഞ്ഞാൽ ജലജീവികൾ ഉണരുകയായി, ജലജീവി ഉണർന്നു കഴിഞ്ഞാൽ ഭൂമി ഉണരുകയായി, ഭൂമി എല്ലാം അത് വളരെ ക്രമത്തിലാണ്. ആദ്യം സൂര്യനാണ് പരിപാടി തുടങ്ങുക. സൂര്യന്റെ കിരണങ്ങൾ ഈ ഇതിലേക്കൊക്കെ വീണു കഴിഞ്ഞാൽ ജലം ഉണരും. ജലം ഉണർന്നാൽ ജലജീവികൾ ഉണരും. ജലജീവികളൊക്കെ ഉണർന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കും ഭൂമി ഉണരുകയായി. ഭൂമി ഉണർന്നു കഴിഞ്ഞാൽ വൃക്ഷലതാദികൾ ഉണരുകയായി. വൃക്ഷലതാദികൾ ഉണർന്നു കഴിഞ്ഞാൽ അതിലെ കിളികൾ ഉണരുകയായി. നല്ല രസമാണ് അതിന്റെ ആ ഉണർച്ച. പിന്നെ അത് പാടുകയായി. എന്നിട്ടും നമ്മൾ ഉറങ്ങുക തന്നെ ഉറങ്ങും. ആ ജനലൊന്ന് തുറന്നിട്ടാൽ മതി, സൂര്യപ്രകാശം നമ്മളെ അനുഗ്രഹിക്കാൻ കാത്തിരിക്കുക. പക്ഷെ നമ്മൾ അപ്പോഴാണ് അടച്ചിട്ട് ആ കർട്ടനും കൊണ്ടിട്ട് കളയും. ഇതിന്റെ ഈ ഉണർച്ചയും ഉറക്കവും, ഈ സമഷ്ടിയുടെ ഉറക്കം, അതുപോലെ വെഷ്ടിയിൽ നമ്മിലും എല്ലാം ആവിർഭവിക്കുന്നു, എല്ലാം തിരോധാനം ചെയ്യപ്പെടുന്നു എന്ന് പറയാം. നല്ല രസമാണ് വ്യഷ്ടിയിലും സമഷ്ടിയിലും കാണാൻ. തുടർന്നു പരസ്തസ്മാതു ഭാവോന്യഃ വ്യക്തോ വ്യക്താത് സനാതനഃ യസ്സ സർവേഷു ഭൂതേഷു നശ്യത്തു ന വിനശ്യതി. പരഃ തസ്മാത് തു ഭാവഃ അന്യഃ അവ്യക്തഃ അവ്യക്താത് സനാതനഃ യഃ സ സർവേഷു ഭൂതേഷു നശ്യത്സു ന വിനശ്യതി. യഃ അസ്മാത് അവ്യക്താത് അന്യഃ പരഃ. യഃ യാതൊന്ന് അസ്മാത് അവ്യക്താത് ആ അവ്യക്തത്തിൽ നിന്ന് അന്യഃ പരഃ അന്യഃ വേറെയായി പരഃ ശ്രേഷ്ഠമായി സനാതനഃ അവ്യക്തഃ ഭാവഃ നിത്യമായി സനാതനം എന്ന് പറഞ്ഞാൽ മൂന്ന് കാലത്തും. ഇവിടെ ഭഗവാൻ മൂന്ന് കാലം സനാതനം എന്ന് പറയുന്നു. അതായത് സൃഷ്ടി സ്ഥിതി സംഹാരം എന്നതും അതിലുപരി എന്താ ജാഗ്രത് സ്വപ്ന സുഷുപ്തി, ഇതിലാണ് ഉണ്ടായി നിന്ന് ഇല്ലാതെയാവുന്ന സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളും. അതില് എന്താ സനാതനഃ അവ്യക്തഃ അവ്യക്ത ഭാവഃ അവ്യക്തമായ ഭാവമായി ഇരിക്കുന്നത് സഹ അത് ഏതൊന്നാണോ കാലത്രയേപി തിഷ്ഠതി, ഏതൊന്നാണോ ഈ മൂന്ന് കാലത്തും നിലനിൽക്കുന്നത്, സഹ അത് സർവേഷു ഭൂതേഷു എല്ലാ ഭൂതങ്ങളിലും നശ്യത്സു നശിക്കുമ്പോഴും ന വിനശ്യതി അത് നശിക്കുന്നില്ല. ഭൂതങ്ങളുടെ നാശത്തിൽ അതിനു നാശമില്ല. ഇതാണ് രമണ മഹർഷിയെ ചിന്തിപ്പിച്ചത്. രമണ മഹർഷി തന്റെ മരണത്തെ സ്വപ്നം കാണുന്നു. താൻ മരിച്ചു കിടക്കുന്നു. ആ മരിച്ചു കിടക്കുന്ന തന്നെ ബന്ധുമിത്രാദികൾ മറ്റുള്ളവരൊക്കെ വന്ന് കാണുന്നു. അവരങ്ങനെ സങ്കടമൊക്കെ പറയുന്നു. എന്നിട്ടോ തന്നെ ചിതയിലേക്ക് എടുക്കുന്നു, ചിതയിൽ വെച്ച് കത്തിക്കുന്നു. ഇത് താൻ കാണുകയാണ്. എങ്ങനെ? ഒരു സ്വപ്നം പോലെ. ഇത് നമ്മൾ കാണേണ്ടതാണ്. ഓർത്തുകൊള്ളാം. ഒന്ന് കാണാൻ ശ്രമിച്ചു നോക്കിക്കോളൂ. രസമായിരിക്കും, നല്ല രസമായിരിക്കും അല്ലേ? വരുന്നത് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓരോരോ സാധനങ്ങൾ പിടുങ്ങാനായിട്ട് ആളുകൾ വരുന്നത് എല്ലാം ഉണ്ടാവും. എല്ലാം അത് എടുത്തു മാറ്റുന്നത്, നമ്മളെ അങ്ങനെ കിടത്തും, കൊണ്ടുപോകും. കുറച്ചു പേരൊക്കെ കരയും, ചിതയിൽ തീ കൊളുത്തും, അല്ലെങ്കിൽ ഏതൊക്കെ പ്രകാരത്തിലാണോ അത് പ്രകാരത്തിൽ ചിലപ്പം പെട്ടിയിലാക്കി ആണിയടിച്ച് പുറത്തേക്ക് വരരുത് എന്ന മട്ടിൽ നന്നായിട്ട് ആണിയടിച്ച് കെട്ടിത്താഴ്ത്തി
മണ്ണിട്ട് നല്ല ഉറപ്പ് വരുത്തും ആളുകളിലില്ലേ എന്ന്, അല്ലേ? അതൊക്കെ ഒന്ന് ഭാവന ചെയ്യുന്നത് നല്ലതാ. എന്നിട്ടോ എല്ലാവരും അവിടെ നിൽക്കുവോ? എത്ര വരെ? ശ്മശാനം വരെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബന്ധുമിത്രാദികളൊക്കെ ശ്മശാനം വരെ. അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ കൂടെ ഇരിക്കാൻ പറ്റുമോ? താഴെ കുഴിയിലോ അല്ലെങ്കിൽ ചിതയിലേക്കോ അവർ വരില്ല. അപ്പം വേറിട്ട് നിന്ന് തന്റെ ശരീരത്തിന്റെ നാശത്തെ കാണാൻ നമുക്ക് സാധിച്ചാൽ, മഹർഷി ആലോചിച്ചു, അപ്പൊ ഞാൻ ആരാണ്? ഞാൻ എന്റെ അഭാവത്തെ ദർശിച്ചുവല്ലോ, ഈ ഞാൻ ആര്? ഇതാണ് മഹർഷിയുടെ അന്വേഷണം. ഞാൻ യാർ. ഭാരതിയാർ കേട്ടിട്ടില്ലേ? ഭാരതി യാർ എന്ന് ചോദിക്കുന്നുണ്ട് ഭാരതി. ഞാൻ ഭാരതിയാർ, അതാണത്രേ ഭാരതിയാർ. തമിഴിലെ വലിയ ഒരു മഹാജ്ഞാനിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനും ആ പേര് തന്നെ തന്റെ ഈ ഒരു സാക്ഷാത്കാരത്തിലേക്ക് നയിച്ചു എന്നാണ്. അപ്പൊ മഹർഷിക്കും ഇതാണ്, ഞാൻ ആരാണ്? ആ മാറി നിന്നിട്ട് തന്നെ കാണാം. അത് നാശമില്ലാത്തതാണ് എന്ന് ഭഗവാൻ പറയുന്നു. ഭൂതങ്ങളുടെ നാശത്തിൽ, അതായത് ശരീരത്തിന്റെ നാശത്തിൽ ആർക്ക് നാശമില്ല? ഈ സദ്വസ്തുവിന് അത് ന വിനശ്യതി, അത് നശിക്കുന്നില്ല. തുടർന്ന് ഭഗവാൻ പറയാം, അതിന്റെ അന്വയം തുടർച്ചയായിട്ടാണ് അടുത്ത ശ്ലോകത്തിലും കൂടെയാണ്. അവ്യക്തോക്ഷര ഇത്യുക്തഃ തമാഹു പരമാം ഗതിം യം പ്രാപ്യ ന നിവർത്തന്തെ തദ്ധാമ പരമം മമ. അവ്യക്തഃ അക്ഷരം ഇതി ഉക്തഃ തം ആഹുഹു പരമാം ഗതിം യം പ്രാപ്യ ന നിവർത്തന്തെ തദ്ധാമ പരമം മമ. ഭഗവാന്റെ ധാമം, ഭഗവാന്റെ ഇരിപ്പിടം ഭഗവാൻ പറയുന്നു. ഏതാണ്? യഹ, യാതൊന്നാണോ അക്ഷരഃ, അക്ഷരഃ നാശരഹിതമായിട്ടുള്ള, അവ്യക്ത ഇതി അവ്യക്തമെന്നും, അവ്യക്തം എന്ന് പറഞ്ഞാൽ വ്യക്തമല്ലാത്തത്. എന്തുകൊണ്ട്? ഇന്ദ്രിയങ്ങൾക്ക് പ്രാപിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവ്യക്തം. ഇതി ഉക്തഃ പറയപ്പെട്ടിട്ടുള്ളത് ഉപനിഷത്ത് പോലുള്ള ശ്രുതികളിലൊക്കെ ഏതൊന്നിനെയാണ് അവ്യക്തമെന്ന് പറയപ്പെട്ടിട്ടുള്ളത്? തം, അതിനെയാണ് പരമാം ഗതിം ആഹുഹു, അതാണ് പരമാം ഗതിം എന്ന് പറയപ്പെടുന്നത്. യം പ്രാപ്യ, യാതൊന്നിനെ പ്രാപിച്ചാൽ ന നിവർത്തന്തേ, പിന്നെ തിരിച്ചുവരവ് ഇല്ലയോ? യം പ്രാപ്യ ന നിവർത്തന്തേ തത് മമ പരമം ധാമ, അതാണ് എന്റെ പരമമായ ധാമം, സ്ഥാനം. അപ്പൊ എന്നിൽ വന്നാൽ പിന്നെ തിരിച്ചുവരവില്ല എന്ന് പറയാം. എന്നിൽ വന്നിട്ടില്ലെങ്കിലോ തിരിച്ചു വരേണ്ടി വരും. മുല്ല നസറുദ്ദീൻ ഇതിലൊരു തമാശ, അദ്ദേഹത്തിന്റെ ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു തമാശയുണ്ട്. അദ്ദേഹം എല്ലാവരെയും വിളിച്ചിട്ട് ഒരു സൽക്കാരം, ഒരു പാർട്ടി നടത്തും. എല്ലാവരെയും വിളിച്ചു. അങ്ങനെ ഒരുപാട് പേര് വന്നു. ഇവിടെ എന്നൊരു സ്ഥലത്തൊരു പാർട്ടി ഉണ്ട് എന്ന് പറഞ്ഞപ്പം ആളുകളൊക്കെ പോയി അവിടെ. ആളുകൾ ചെന്നു, രാത്രിയാണ്. ചെന്നപ്പം ഒന്നുമില്ല, ഒരു വെള്ളമില്ല, കഴിക്കാനൊന്നുമില്ല. ആളുകളൊക്കെ ഇങ്ങനെ മുറ്റത്ത് തിരിഞ്ഞു കളിക്കുന്നു. ഏതായാലും മുല്ലയുടെ ഭാര്യ ഇല്ലാത്ത സമയമാണ്, അതുകൊണ്ട് വീട്ടിലൊന്നും ആരെയും കാണാനില്ല. അപ്പൊ ഒരാൾക്ക് ദേഷ്യം വന്നു. അയാൾ ചോദിച്ചു, ഇതെന്ത് പാർട്ടിയത്? ഇതാരോ ഇവിടെ പാർട്ടി നടക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്ത് ബോറായിരിക്കണല്ലോ ഇത്, ഇങ്ങനെയാണോ മനുഷ്യന്മാര് പാർട്ടി നടത്തുക? അത് മുല്ല പറഞ്ഞു, അതെ, ഞാനത് ചോദിക്കാൻ പോവുക, ഇതാരാ ഇത് ഇങ്ങനത്തെ പാർട്ടിയൊക്കെ നടത്തുന്നത്? ഇത്രയും ഒരു വഷളന്മാര് ആരാ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഇദ്ദേഹത്തിന്റെ, അതായത് ഈ വന്നിരിക്കുന്ന ആതിഥേയന്റെ കൂട്ടത്തില് മുല്ല ഒരാളായി മാറി എന്ന് പറയാം. ഞാൻ പറഞ്ഞു, ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം കാലിയാക്കാൻ പോവുക. കാരണം എന്റെ വീട്ടിൽ പോയിട്ടില്ലെങ്കിൽ, എനിക്കിപ്പം സമയത്തിന് എത്തിയിട്ടില്ലെങ്കിൽ അവിടുന്ന് എനിക്ക് ഭക്ഷണം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ പോട്ടെ, ഇവിടെ ഇരുന്ന ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പോയി. പോകുമ്പോ മുല്ല പറഞ്ഞു, ഞാനും അത് തന്നെ ആലോചിക്കുന്നു, ഞാനും പോവാണെന്ന് പറയാൻ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ
കുറെ ദൂരം പോയി കഴിഞ്ഞപ്പോഴാണ് മുല്ലയ്ക്ക് ഓർത്ത്, അയ്യോ ഞാനാണല്ലോ ആതിഥേയൻ, ഞാൻ അതിഥിയല്ലല്ലോ എന്ന്. അതുകൊണ്ട് എനിക്ക് എന്ത് വേണം? എനിക്കിനി തിരിച്ചുപോക്കുണ്ട്, തിരിച്ചുപോയേ മതിയാവൂ. അതിഥിയായാൽ നമുക്ക് എന്ത് വേണ്ടി വരും? തിരിച്ചു വരേണ്ടി വരും. അതിഥിയുടെ കൂടെ പോയിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ആതിഥേയനായിട്ടിരിക്കണം എന്നാണ് പറയുന്നത്. തിരിച്ചു വരവില്ല. ഞാൻ ഇവിടെ സ്ഥിരമാണ്. എന്നെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരവില്ല എന്ന് പറയാം. എന്നെ പ്രാപിച്ചിട്ടില്ലെങ്കിലോ തിരിച്ചു വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, മമ പരമം ധാമ തത്, എന്റെ പരമമായ തിരിച്ചുവരവില്ലാത്ത ധാമം അതാണ്. അതിനെ പ്രാപിക്കാൻ നീ തയ്യാറാകൂ അർജുന. തുടർന്ന് പുരുഷസ്ത പരഃ പാർത്ഥ ഭക്ത്യാ ലഭ്യത്വനന്യയാ യസ്യാന്തസ്ഥാനി ഭൂതാനി യേന സർവമിദം തതം. പുരുഷഃ സ പരഃ പാർത്ഥ ഭക്ത്യാ ലഭ്യഃ തു അനന്യയാ യസ്യ അന്തഃ സ്ഥാനി ഭൂതാനി യേന സർവം ഇദം തതം. അല്ലയോ അർജുന, ഭൂതാനി യസ്യ അന്തസ്ഥാനി, ഭൂതാനി ഭൂതങ്ങൾ, ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, എന്തൊക്കെ ഭവിച്ചിട്ടുണ്ടോ അതെല്ലാം തന്നെ ഭൂതാനി. യസ്യ അന്തസ്ഥാനി, യാതൊന്നിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നുവോ, യാതൊന്നിന്റെ ഉള്ളിലാണ് ഭൂതങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. യേന ഇതം സർവം, യാതൊന്നിനാലാണ് ഇതെല്ലാം, ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചങ്ങളെല്ലാം തന്നെ തതം വ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. സപരഹ, ആ പരനായ പരമമായ പുരുഷഃ തു, ആ ആത്മാവാകട്ടെ പുരുഷനാകട്ടെ അനന്യയാ ഭക്ത്യാ ലഭ്യ, അനന്യമായ ഭക്തി കൊണ്ട് ലഭിക്കാവുന്നതാണ് അർജുന എന്ന് പറയുന്നു. അപ്പൊ ഭഗവാനെ പ്രാപിച്ചു കഴിഞ്ഞാൽ തിരിച്ചുവരവ് ഇല്ല എന്ന്. ആ തിരിച്ചുവരവില്ലാത്ത സ്ഥിതി, ആ തിരിച്ചുവരവില്ലാത്തതിനെ പ്രാപിക്കുന്നത് എങ്ങനെയാണ്, ആ തിരിച്ചുവരവില്ലായ്മയെ എങ്ങനെ നേടാം എന്നാണെങ്കിൽ ഇതാണ്. പിന്നെ തിരിച്ചുവരവില്ല, അതിനെന്ത് വേണം? ഈ ഭക്തി നേടേണ്ടതുണ്ട്. ഒരു മന്ത്രി ഒരിക്കല് മാനസിക രോഗാശുപത്രിയിൽ പോയിട്ട് ചോദിച്ചു, ഇവിടുന്ന് ചികിത്സ കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തിരിച്ചു വരവില്ലേ എന്ന് ചോദിച്ചു. അതോ ഇവിടുന്ന് പൂർണ്ണമായി ചികിത്സ, അതായത് നിങ്ങൾ ഇവിടുന്ന് ഈ അസുഖം പൂർണ്ണമായി മാറിയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടോ, ആരെങ്കിലും ഉണ്ടോ അങ്ങനെയെന്ന് ചോദിച്ചു. അപ്പൊ അവിടെ ഇരിക്കുന്ന ആള് പറഞ്ഞു, സാർ എന്ത് കണ്ണു ചോരില്ലാത്ത വർത്തമാന സാറേ പറയുന്നു, ഇവിടുന്ന് ഭേദമായിട്ട് പോയിട്ടുള്ളവരിൽ പല ആളുകളും മുഖ്യമന്ത്രി പ്രധാനമന്ത്രി വരെയായി ഇരുന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അവരൊന്നും ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല. അവരൊക്കെ വലിയ വലിയ സ്ഥാനങ്ങളിൽ വിരാജിക്കുന്നു. ഭഗവാന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ, അതായത് ഈ പരമമായ പദത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരവില്ല. അതിനെന്താ വേണ്ടത്? എന്താ? യാതൊന്നിനാലാണ് ഇതെല്ലാം ആവൃതമായിരിക്കുന്നത്, നിറഞ്ഞിരിക്കുന്നത്. അതിനെ അനന്യമായ ഭക്തി കൊണ്ട് മാത്രമേ അതിനെ പ്രാപിക്കാൻ സാധിക്കുന്നതാണ് എന്ന് ഭഗവാൻ പറയുന്നു. തുടർന്ന് യത്ര കാലേ ത്വനാവൃത്തിം ആവർത്തിം ചൈവ യോഗിനഃ പ്രയാതായാന്തി തം കാലം വക്ഷ്യാമി ഭരതർഷഭ. യത്ര കാലേ തു അനാവൃത്തിം ആവൃത്തിം ച ഏവ യോഗിനഃ പ്രയാതാ യാന്തി തം കാലം വക്ഷ്യാമി ഹേ ഭരതർഷഭ. അല്ലയോ ഭരതർഷഭ, അർജുന, എത്ര കാലേത്തു, ഏതൊരു കാലത്താകട്ടെ, പ്രയാതാഹ യോഗിനഃ, പ്രയാതാഹ ശരീരം വിട്ടുപോയിട്ടുള്ള, അതുകൊണ്ട് ആ പ്രേതം എന്ന് പറയുന്നത് പ്രകർഷേണ ഗതം, ശരീരത്തിൽ നിന്ന് ജീവൻ പോയി കഴിഞ്ഞാൽ ആ ശരീരത്തെയാണ് പ്രേതം എന്ന് പറയുക. പ്രയാതാഹ യോഗിനഃ, ദേഹം വിട്ടുപോയിട്ടുള്ള യോഗികള് അനാവൃത്തിം യാന്തി, അനാവൃത്തി എന്ന് പറഞ്ഞാൽ പൂർവജന്മമില്ലായ്മയെ, മോക്ഷത്തെ യാന്തി പ്രാപിക്കുന്നു എന്നും,
എത്ര കാലേത്തോ ഏതൊരു കാലത്താകട്ടെ പ്രയാതാഹ ദേഹം വിട്ടുപോയിട്ടുള്ള യോഗിനഃ യോഗികള് ആവൃത്തിൻ ഏവയാന്തിച്ച പുനർജന്മത്തെ തന്നെ പ്രാപിക്കുന്നു എന്നുള്ള ആ തത്കാലം, ആ കാലത്തെ വക്ഷ്യാമി, ഞാൻ നിനക്ക് പറഞ്ഞു തരാം. എന്താ ഭഗവാൻ പറയാന്ന് പറഞ്ഞ, അർജുന, ദേഹം വിട്ട് പോയിട്ടുള്ള യോഗികള് ഇനി ശരീരം എടുക്കാതെ ഇരിക്കുന്നുള്ള ആ ഒരു അവസ്ഥയുണ്ടല്ലോ, മോക്ഷം എന്ന് പറയുന്നതും, അതുപോലെ വീണ്ടും ശരീരം എടുക്കുന്നതായിട്ടുള്ള ഒരു കാര്യം, ആ സംഗതി ഞാൻ നിനക്ക്, ആ കാലത്തെക്കുറിച്ചൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഏത് കാലത്ത് പോണം, ഏത് കാലത്തിലൂടെ പോയാൽ തിരിച്ചുവരവുണ്ട്, ഏത് വഴിക്ക് പോയാൽ തിരിച്ചുവരവില്ല. രണ്ട് ഡോറ് പറഞ്ഞു കൊടുക്കുക ഭഗവാൻ. ഒരു ഡോറിലൂടെ പോയാൽ തിരിച്ചു വരണം, വേറൊരു ഡോറിലൂടെ പോയാൽ തിരിച്ചുവരവില്ല, നേരെ ആ വഴിക്ക് പോവാമെന്ന് പറയാം. അർജുന, ദേഹം വിട്ട് പോയിട്ടുള്ള യോഗികള് ഇനി ശരീരം എടുക്കാതെ ഇരിക്കുന്നുള്ള ആ ഒരു അവസ്ഥയുണ്ടല്ലോ, മോക്ഷം എന്ന് പറയുന്നതും, അതുപോലെ വീണ്ടും ശരീരം എടുക്കുന്നതായിട്ടുള്ള ഒരു കാര്യം, ആ സംഗതി ഞാൻ നിനക്ക്, ആ കാലത്തെക്കുറിച്ചൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഏത് കാലത്ത് പോണം, ഏത് കാലത്തിലൂടെ പോയാൽ തിരിച്ചുവരവുണ്ട്, ഏത് വഴിക്ക് പോയാൽ തിരിച്ചുവരവില്ല. രണ്ട് ഡോറ് പറഞ്ഞു കൊടുക്കുക ഭഗവാൻ. ഒരു ഡോറിലൂടെ പോയാൽ തിരിച്ചു വരണം, വേറൊരു ഡോറിലൂടെ പോയാൽ തിരിച്ചുവരവില്ല, നേരെ ആ വഴിക്ക് പോവാമെന്ന് പറയുന്നു. അഗ്നിർജ്യോതിരഃ ശുക്ലഃ ഷണ്മാസാ ഉത്തരായണം തത്ര പ്രയാതാ ഗച്ഛന്തി ബ്രഹ്മവിദോ ജനാഃ. അഗ്നിഃ ജ്യോതിഃ അഹഃ ശുക്ലഃ ഷണ്മാസ ഉത്തരായണം തത്ര പ്രയാതാ ഗച്ഛന്തി ബ്രഹ്മവിദഃ ജനാഃ. അഗ്നിഃ, അഗ്നി എന്ന് പറഞ്ഞാൽ എരിയുന്ന അഗ്നി. ജ്യോതിഃ പ്രകാശം, വെളിച്ചം. അഹ പകൽ. ശുക്ലഃ, ശുക്ലം എന്ന് പറഞ്ഞാൽ വെളുപ്പ്, വെളുത്ത പക്ഷം. ശുക്ലഃ ഷണ്മാസാഹ, ഷണ്മാസം 6 മാസമുള്ള ഉത്തരായണം, ഉത്തരായന കാലം. തത്ര അതില് പ്രയാതാഹ, ആ ഉത്തരായണ കാലത്തിൽ ദേഹം വിട്ടുപോകുന്ന ബ്രഹ്മവിദഃ, ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള ജനാഹ, ജനങ്ങൾ ബ്രഹ്മ ഗച്ഛതി, ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. അപ്പൊ ഉത്തരായണ കാലത്തില് ദേഹം ഉപേക്ഷിക്കുന്നവര് ബ്രഹ്മപദത്തിൽ എത്തുന്നു. സ്വാമി, എത്രയോ ദുഷ്ടന്മാര് ഉത്തരായണ കാലത്തില് ശരീരത്തെ ഉപേക്ഷിക്കുന്നുണ്ടല്ലോ. എത്രയോ മഹാത്മാക്കള് ലോകത്തിന് മുഴുവൻ ശാന്തിയെ പ്രദാനം ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ലോകത്തിന്റെ സുസ്ഥിതിയെ മാത്രം മുന്നിൽ കണ്ട് പ്രവർത്തിച്ചിട്ടുള്ള എത്രയോ യോഗിവര്യന്മാര്, താപസ ശ്രേഷ്ഠന്മാര് ഈ ദക്ഷിണായനത്തിലൊക്കെ പോയിട്ടുണ്ടല്ലോ, ഉത്തരായനത്തിലല്ലാതെ. എന്നാ കൂട്ടും ക്രൂരന്മാര്, ആളെ കണ്ടാ തലക്കടിച്ചു കൊല്ലുന്ന റിപ്പർ മോഡൽ ആളുകൾ അല്ലേ, ഇവരൊക്കെ ഇങ്ങനെ ഉത്തരായനത്തിലും പോയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കുറെ സംശയങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ ഉണ്ടാവും. ഭീഷ്മര് ഉത്തരായനത്തെ കാത്തിരുന്നു എന്നും അല്ലേ, ദക്ഷിണായനത്തിലായിരുന്നു യുദ്ധം, അങ്ങനെ ഉത്തരായനത്തെ കാത്തിരുന്നു എന്നാ. അത് വളരെ രസമാണ്. താൻ തന്നെ തീർക്കുന്ന ശരശയ്യാണ്. താൻ തീർത്തതാ. നമ്മളും ഇതൊക്കെയാണേ, നമ്മൾ തന്നെ ഓരോ ഓരോ ഗുലുമാലുകളൊക്കെ ഒപ്പിക്കും. എന്നിട്ട് നമ്മൾ അതിന്റെ മുകളിൽ കിടന്നിട്ട് ഉത്തരായനം കാത്തുകൊണ്ടിരിക്കും. ഉത്തരായനം കാത്തു കിടന്ന് പോകേണ്ടുന്ന ഒന്നൊന്നുമല്ല. ഏതായാലും ഉത്തരായനവും ദക്ഷിണായനവും, ഈ ശുക്ലപക്ഷവും കൃഷ്ണപക്ഷവും, വെളുത്തതിലൂടെയുള്ള യാത്രയും കറുത്തതിലൂടെയുള്ള യാത്രയും. അടുത്ത ശ്ലോകം കൃഷ്ണപക്ഷത്തെക്കുറിച്ച് പറയണം. ഇത് രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് തന്നെ കാണണം. എന്നിട്ട് നിങ്ങളുടെ ഈ സംശയത്തെ, ഈ വിഷയത്തിലുള്ള സംശയത്തെ നമുക്ക് ദൂരീകരിക്കാം. പലപ്പോഴും ആളുകൾ വീട്ടിൽ ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ജ്യോത്സ്യരെടുത്ത് പോകാറുണ്ട്. മരണം നടന്നത് നല്ല സമയത്താണോ എന്ന്, അല്ലെങ്കിൽ വീട്ടിൽ ഇപ്പൊ ഇരിക്കുന്ന ആർക്കെങ്കിലും ദോഷം ഉണ്ടാവുമോ ഇനി മരണം കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ജനനത്തോടു കൂടി ഒരു മരണമൊക്കെ ഉണ്ടാവും, കണ്ടിട്ടുണ്ടോ?
ചിലപ്പോൾ വീട്ടിലൊരു പശു അങ്ങോട്ട് പ്രസവിക്കും, ഉടനെ അവിടുത്തെ അപ്പൂപ്പനും അങ്ങോട്ട് പോകും. അല്ലെങ്കിൽ തിരിച്ചും സംഭവിക്കും. അങ്ങനെ പലതും സംഭവിക്കാം. ചിലപ്പോൾ വീട്ടിലെ ചില വളർത്തു മൃഗങ്ങൾ മരിക്കുന്ന സമയത്ത് നമ്മൾ ആശ്വസിക്കും. വലിയൊരു ആശ്വാസമാണ് നമുക്ക്. എന്താണെന്നറിയോ? വീട്ടിലെ ആരോ ഒരാൾ പോകേണ്ടതാ, അതിന് പകരം അത് പോയി കിട്ടി, ഭാഗ്യം. കാരണം അതിനൊന്നും വേണമെങ്കിൽ വേറെ ഇനി ഒരെണ്ണത്തിന് മേടിക്കാമല്ലോ. അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ നമുക്കുണ്ട്. പിന്നെ പോകുന്ന സമയം നല്ലതാണോ? ഉത്തരായണത്തിലൊക്കെ പോയാൽ അച്ഛൻ പോയി, ഉത്തരായണത്തിലാ നല്ല ഗതിയായിരിക്കും. ദക്ഷിണായനത്തിൽ പോയ ഒരു സംശയം. അതുകൊണ്ട് ഉത്തരായണത്തിൽ പോയവര് അതിനെക്കുറിച്ച് പ്രകീർത്തിക്കും. അച്ഛൻ ഒരു ഉത്തരായണത്തിൽ വെളുത്ത പക്ഷത്തിൽ അങ്ങനെ ആ ചന്ദ്രൻ അങ്ങനെ പൂർണ്ണ ഇതിൽ നിൽക്കുന്ന സമയത്താണ് മൂപ്പര് പോയത് എന്ന്. അപ്പൊ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നമുക്ക് അടുത്ത ശ്ലോകവും ഈ ശ്ലോകവും കൂടെ ചേർത്ത് വെച്ച് കാണാം. അഗ്നിർജ്യോതിരഃ ശുക്ലഃ ഷണ്മാസാ ഉത്തരായണം തത്ര പ്രയാതാ ഗച്ഛന്തി ബ്രഹ്മവിദോ ജനാഃ ധൂമോ രാത്രിസ്തഥാ കൃഷ്ണഃ ഷണ്മാസാ ദക്ഷിണായനം തത്ര ചാന്ദ്രമസം ജ്യോതിഃ യോഗി പ്രാപ്യ നിവർത്തതേ. അഗ്നിഃ ജ്യോതിഃ അഹഃ ശുക്ലഃ ഷണ്മാസ ഉത്തരായണം തത്ര പ്രയാതാ ഗച്ഛന്തി ബ്രഹ്മവിദോ ജനാഃ. ഇവിടെ പറയുന്നു അഗ്നി, അതുപോലെ ജ്യോതിഃ പ്രകാശം, വെളിച്ചം, അഹ പകൽ, ശുക്ലഃ വെളുത്ത പക്ഷം, ഷണ്മാസ ഇപ്രകാരം 6 മാസമുള്ള ഉത്തരായന കാലം, തത്ര പ്രയാതാഹ ബ്രഹ്മവിദഃ തത്ര അതിൽ ആ കാലയളവില് പ്രയാത ദേഹം വിട്ടുപോകുന്ന ബ്രഹ്മവിദഃ ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള ജനങ്ങൾ ബ്രഹ്മ ഗച്ഛതി ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. അപ്പൊ ആദ്യത്തെ ഉത്തരായണത്തിൽ ശരീരം ഉപേക്ഷിക്കുന്ന ആളുകള് ബ്രഹ്മമാർഗത്തിൽ അല്ലെങ്കിൽ ബ്രഹ്മപദത്തെ പ്രാപിക്കുന്നു എന്ന് പറയും. തുടർന്നുള്ളവരുടെ സ്ഥിതിയോ ധൂമഃ രാത്രി തഥാ കൃഷ്ണഃ ഷണ്മാസ ദക്ഷിണായനം തത്ര ചാന്ദ്രമസം ജ്യോതിഃ യോഗി പ്രാപ്യ നിവർത്തതേ. അവിടെ എന്താണ്? ധൂമഃ എന്ന് പറഞ്ഞാൽ പുക, രാത്രി രാവ്, കൃഷ്ണപക്ഷം എന്ന് പറഞ്ഞാൽ കറുത്ത പക്ഷം. പുകയോടുകൂടിയതും രാത്രിയോടുകൂടിയതും ആയിട്ടുള്ള കൃഷ്ണപക്ഷത്തില് ഷണ്മാസ, അങ്ങനെയുള്ള 6 മാസം. നിങ്ങൾക്കറിയാലോ, ഉത്തരായണവും ദക്ഷിണായനവും, കൃഷ്ണപക്ഷവും ശുക്ലപക്ഷവും ദക്ഷിണായനം, അതിന്റെ പേരാണ് ദക്ഷിണായനം. തത്ര പ്രയാതാഹ ആ കാലത്ത് ശരീരം വിട്ടു പോകുന്ന യോഗി, ബ്രഹ്മജ്ഞാനിയല്ലാത്ത യോഗി എന്താണ്? ചന്ദ്രമസം ജ്യോതിഃ പ്രാപ്യ നിവർത്തതേ. ചന്ദ്രമസം ചന്ദ്രന്റെ ജ്യോതിസിനെ പ്രാപിച്ചിട്ട് നിവർത്തതേ തിരിച്ചു പോരുന്നു, വീണ്ടും ജന്മമെടുക്കുന്നു എന്നാണ്. അപ്പം എന്താണ് ഇവിടെ പറയുന്നത്? ഇവിടെ പറയുന്നു, ഒന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അഗ്നിയുടെ മാർഗം, വെളുപ്പിന്റെ മാർഗം എന്നൊക്കെ പറഞ്ഞാൽ അറിവിന്റെ മാർഗം എന്ന് തന്നെയാണ്. അറിവിന്റെ മാർഗം. ആരാണ് അറിവിന്റെ മാർഗത്തിലൂടെ പോകുന്നത്? സത്കർമ്മം ചെയ്യുന്നവരാണത്രേ അറിവിന്റെ മാർഗത്തിലൂടെ പോകുന്നത്. സത്കർമ്മത്തിന്റെ അവർക്കുള്ളതാണ് എന്താണ്? ഉത്തരായണം, ശ്രേഷ്ഠമായ മാർഗം. സത്വഗുണപ്രധാനികള് അവരെ എപ്പോഴാണോ അവർ പോകുന്നത് അപ്പം തന്നെ ഉത്തരായണം. അവർ പോകുന്ന സമയം. മറ്റേ നമ്മൾ കാലത്തെ ഗണിച്ചു വെച്ചിട്ടുണ്ട്, അതുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല എന്ന് പറയാം. കാരണം അങ്ങനെ നോക്കിക്കഴിഞ്ഞാലാണ് നമുക്ക് സംശയങ്ങൾ ഉണ്ടാവുന്നത്. എന്തൊക്കെ സംശയം? ദുഷ്ടന്മാര് ഈ സമയത്ത് പോകുന്നുവല്ലോ, സത്കർമ്മം ചെയ്തിട്ടുള്ള സന്ത് മഹാത്മാക്കള് ഈ സമയത്ത് പോകുന്നുവല്ലോ എന്നൊക്കെ. അതിനൊന്നും ഒരു പ്രമാണമൊന്നുമില്ല, അടിസ്ഥാനമൊന്നുമില്ല. പിന്നെ ഈ വിഷയത്തിൽ ജ്യോതിഷികൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയാം. ഇപ്പം അവര് പറയുന്നുണ്ട്. ഇപ്പം ഇതില് ഒരു മഹാത്മാവ് ഈ വിഷയത്തിൽ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, മരണാനന്തരം ആത്മാവ് 2 വഴികളിലൂടെ പോകണം.
ഇതിനെക്കുറിച്ചാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഒന്ന് ഉത്തരായണമെന്നും ഒന്ന് ദക്ഷിണായനമെന്നും. ഉത്തരായണത്തിൽ പോകുന്നത് എങ്ങനെയൊക്കെയാണ് അത്രേ? ആദ്യം അത് ജ്യോതിർ ലോകത്തിലേക്കാണ് അത്രേ പോകുന്നത്, ജ്യോതിസിന്റെ ലോകത്തിലേക്ക്. പിന്നെ അത് പകലിലേക്ക് പോകുന്നു. ജ്യോതിസ് ലോകത്തിൽ നിന്ന് പകലിലേക്ക് പോയിട്ട് പിന്നെയാണത് വെളുത്ത പക്ഷത്തിലേക്ക് പോകുന്നത്. അതിന്റെ ആ പോക്ക് പെട്ടെന്നല്ല, അതിന്റെ ഒരു ക്രമമായിട്ട് പറയാം. വെളുത്ത പക്ഷത്തിലേക്ക് പോയിട്ട് അവിടെ നിന്നിട്ടാണത് ഉത്തരായണത്തിലേക്ക് പോകുന്നത്, ഉത്തരായണ കാലത്തിലേക്ക്. അങ്ങനെ ഈ ഉത്തരായണ കാലത്തിൽ നിന്നാണത് സംവത്സരത്തിലേക്ക് പോകുന്നത്. അതിന്റെ പോക്ക് വളരെ രസകരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സംവത്സരത്തിൽ നിന്നാണത് സൂര്യമണ്ഡലത്തിലേക്ക് പോകുന്നത്. സൂര്യമണ്ഡലത്തിൽ നിന്നത് ചന്ദ്രമണ്ഡലത്തിലേക്ക് വരും. ചന്ദ്രമണ്ഡലത്തിൽ നിന്നത് വിദ്യുത് ലോകത്തിലേക്ക് പ്രവേശിക്കും. ആ വിദ്യുത് ലോകത്തിലേക്ക് അത് പ്രവേശിക്കുമ്പോഴാണ് അത്ര അവിടെ അതിനെ സ്വീകരിക്കാൻ ദേവതമാര് അല്ലെങ്കിൽ എന്താ അവിടെ സ്വീകർത്താക്കളായിട്ട് ഓരോരുത്തരുണ്ട്. വെൽക്കം ബോർഡൊക്കെ വെച്ചുകൊണ്ട് വളരെ അപൂർവമായിട്ട് ചെല്ലുന്നവരാണല്ലോ സ്വീകർത്താക്കളായിട്ടുള്ളവര്. അതിനെ ആ ജീവനെ സഗുണ ബ്രഹ്മത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു എന്നാണ്. എന്നിട്ടോ ഇതിനാണ് ദേവയാനം എന്ന് പറയാം. ഈ ഉത്തരായണ മാർഗത്തിലൂടെ ദേവയാനത്തിലേക്ക് പ്രവേശിക്കുന്നു ഒരു ജീവൻ. ദേവയാനത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ ഒരു ജീവന് പിന്നെ എന്തില്ല, തിരിച്ചു വരവ് ഇല്ല എന്നാണ്. അതേസമയം ഇതുപോലെ തന്നെ പൂർണ്ണജ്ഞാനം, അറിവ് നേടാത്ത ഒരു സത്കർമ്മി, യോഗി, ഇവിടെ പറഞ്ഞിരിക്കുന്നത് യോഗി എന്ന് തന്നെയാണ്. ആ യോഗിയുടെ സ്ഥിതി എന്താണ് എന്നാണെങ്കിൽ ആദ്യം അദ്ദേഹം പ്രവേശിക്കുന്നത് പുകയിലേക്കാണ്. ധൂമേന പുകയിലേക്ക് പ്രവേശിക്കും. എന്നിട്ടോ അവിടെ നിന്ന് പുകയിൽ നിന്ന് അത് രാത്രിയിലേക്ക് പ്രവേശിക്കും. രാത്രിയിൽ നിന്ന് അത് കറുത്ത പക്ഷത്തിലേക്ക് പ്രവേശിക്കും, കൃഷ്ണപക്ഷത്തിലേക്ക്. എന്നിട്ടോ അത് ദക്ഷിണായനം വഴി പിതൃലോകത്തിലേക്ക് പ്രവേശിക്കും. എന്നാണ് ദക്ഷിണായനം വഴി പിതൃലോകത്തിലേക്ക് പ്രവേശിക്കും. എന്നിട്ട് പിതൃലോകത്തിൽ നിന്നത് ചന്ദ്രമണ്ഡലത്തിലേക്ക് പ്രവേശിക്കും അത്ര. പിതൃലോകത്തിൽ നിന്ന് ചന്ദ്രമണ്ഡലത്തിലേക്ക്. ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് അത് ദേവന്മാർക്ക് അന്നമായി തീരുന്നു എന്നാണ്. ചന്ദ്രമണ്ഡലത്തിൽ ദേവന്മാർക്ക് അന്നമായി തീർന്നിട്ട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ദേവന്മാരായി തന്നെ ജനിക്കുന്ന. എന്നിട്ടോ ദേവന്മാരായിട്ട് കുറെ കാലം സുഖിച്ച് അതിന്റെ പുണ്യമൊക്കെ തീർന്നു കഴിഞ്ഞാൽ വീണ്ടും അതെങ്ങനെ വരുന്നു, ഈ ചന്ദ്രനിലൂടെ തന്നെ മേഘമായി പർജന്യമായി ഭൂമിയിലേക്ക് വീണ് ഭൂമിയിൽ അന്നമായി വീണ്ടും ഒരു പുരുഷന്റെ ശരീരത്തിൽ പ്രവേശിച്ച് ഏതെങ്കിലും ഒരു യോനിയിലൂടെ അത് വീണ്ടും പുറത്തേക്ക് വരുന്നു. അതാണ് ചന്ദ്രനിൽ പ്രവേശിക്കുമ്പം അതിന് തിരിച്ചുവരവുണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് സൂര്യമണ്ഡലത്തിൽ നിന്ന് തന്നെയാണ് ചന്ദ്രനിലേക്ക് വരുന്നത്. അത് ഈ ജ്യോതിശാസ്ത്രത്തില് അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ ഇതിന് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അങ്ങേയറ്റം സയൻസും കൂടിയാണത്. കാരണം എന്താണ്, അതായത് സൂര്യനിൽ നിന്നാണ് ചന്ദ്രനിലേക്ക് വരുന്നതെന്ന് പറയുമ്പോൾ അത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്, ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. കാരണം സൂര്യന്റെ പ്രകാശം കടമെടുത്തിട്ടാണല്ലോ ചന്ദ്രൻ പ്രകാശിക്കുന്നത്. ചന്ദ്രന് സ്വയം പ്രകാശിക്കാനുള്ള ശക്തിയില്ല. അതുകൊണ്ടാണ് അത് സൂര്യനിൽ നിന്ന് ചന്ദ്രനിലേക്ക് എന്ന് പറയുന്നത്. സൂര്യമണ്ഡലത്തിലൂടെ ചന്ദ്രമണ്ഡലത്തിലേക്ക്, അല്ലാതെ നേരിട്ട് ചന്ദ്രമണ്ഡലത്തിലേക്കല്ല. അപ്പൊ നമ്മുടെ പൂർവികന്മാരാരായിരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മള് സയൻസ് അടുത്ത കാലത്താണല്ലോ ഈ സത്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞത്. ചന്ദ്രന് സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ല എന്നും സൂര്യന്റെ പ്രകാശം തന്നെ ഉപരിതലത്തിൽ തട്ടിയിട്ടുള്ള പ്രകാശത്തെ സൂര്യന്റെ അഭാവത്തിൽ അത് നമുക്ക് പ്രകടമാകുന്നു. സൂര്യമണ്ഡലത്തിലൂടെ ചന്ദ്രമണ്ഡലത്തിലേക്കും ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് പർജന്യമായി അത് വീണ്ടും മഴയായി പെയ്ത് വൃക്ഷങ്ങളിലൂടെ അന്നമായി, അല്ലെങ്കിൽ ചന്ദ്രനിൽ നിന്ന് തന്നെ ചന്ദ്രൻ പോഷകനായിട്ട് നിലകൊള്ളുന്നുണ്ട്. ഭഗവാൻ അത് പറയാൻ പോകുന്നുണ്ട് 10ാം അധ്യായത്തില്. പോഷകമായി വർത്തിക്കുന്നു ഞാൻ. അപ്പം ഈ സസ്യലതാദികൾക്കും മറ്റും ചന്ദ്രന്റെ മഞ്ഞ് രൂപത്തിൽ മഞ്ഞിലൂടെയൊക്കെ നമ്മൾ പെയ്തിറങ്ങുന്ന, എന്നിട്ട് അന്നമായി വീണ്ടും നമുക്ക് ജന്മമുണ്ടാകുന്നു. അപ്പൊ ഇതിനെ താത്വികമായി വ്യാഖ്യാനിക്കുന്ന പക്ഷത്ത് ഒന്ന് അജ്ഞാനത്തിന്റെ മാർഗമെന്നും ഒന്ന് ജ്ഞാനത്തിന്റെ മാർഗമെന്നും. അതാണ്. അപ്പൊ നാമാണ് ഇവിടെ ഉത്തരായണം സൃഷ്ടിക്കുന്നതും ദക്ഷിണായനം സൃഷ്ടിക്കുന്നതും. ശങ്കരാചാര്യ സ്വാമികൾ ഈ ഒരു പക്ഷത്തെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്.
തത്വബോധത്തിൽ പറയുന്നു, ഇവൻ എവിടെ മരിക്കട്ടെ, അവന്റെ ശരീരം എവിടെ ഏത് സമയത്ത് കാശ്യാം വാ ശ്വപാകേച്ച ഗൃഹേ വാ, അല്ലെങ്കിൽ ഏതെങ്കിലും, ശങ്കരാചാര്യർ പറയുമ്പം അത് വളരെ കടന്നിട്ടാ പറയുന്നത്. ശങ്കരാചാര്യർ പറയുന്നു ഏതെങ്കിലും ഒരു വേശ്യയുടെ ഗൃഹത്തിലാവട്ടെ എന്നാ. അങ്ങേയറ്റം അധർമ്മം ചെയ്യുന്ന ഒരാളുടെ ഗൃഹത്തിലോ അല്ലെങ്കിൽ അത്തരം പരിസരത്തിലോ ആകട്ടെ, അത് എവിടെ, കാശിയിലാവട്ടെ, അത് ഇത്തരത്തിലുള്ള നികൃഷ്ടമായ നീചമായ ഏതെങ്കിലും, നീചമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഏതെങ്കിലും ഭൂപ്രദേശത്തിലാവട്ടെ, അതൊന്നും ഒരു വിഷയമല്ല എന്നാണ്. എന്നിട്ട് ആചാര്യസ്വാമികൾ അവിടെ ഒരു ഉദാഹരണം പറയുന്നു. ഒരു വൃക്ഷത്തിന്റെ കരിയില അത് അടർന്നു വീഴുന്ന സമയത്ത് കാറ്റുകൊണ്ട് ആ കരിയില ഈ ഓടയിലേക്ക് വീണു. ഓടയിലേക്ക് വീണതുകൊണ്ട് ആ കരിയിലേക്ക് എന്തെങ്കിലും എന്താ പറയാ നികൃഷ്ടഭാവത്തെ പ്രാപിച്ചു എന്ന് കരുതേണ്ടതില്ല. ആ കരിയില ക്ഷേത്രമതിൽക്കെട്ടിനകത്ത് വീണതുകൊണ്ട് പുണ്യമായ സ്ഥലത്ത് വീണു എന്നും കരുതേണ്ടതില്ല. ഇത്തരം കരുതലുകളൊക്കെ അജ്ഞാനദശയിലാണ് എന്ന് ആചാര്യസ്വാമികൾ പറയുന്നു. അതുകൊണ്ട് എവിടെ ഏത് പൊട്ടക്കണത്തിൽ വേണമെങ്കിലും വീണ് ജ്ഞാനിക്ക് മരിക്കാം. അത് എന്താണ്? പ്രാരബ്ധം എന്ന് പറയാം. ശരീരത്തിന് പ്രാരബ്ധമുണ്ട്. ഈ ശരീരം എങ്ങനെ വിട്ടുപോകണം എന്ന്. എത്രയോ മഹാത്മാക്കള് അങ്ങേയറ്റത്തെ രോഗം വന്ന് മരിച്ച് ദേഹം വിട്ടുപോയിട്ടുള്ള രമണ മഹർഷി അതെ, അല്ലെങ്കിൽ രാമകൃഷ്ണദേവൻ അതെ, ഒരുപാട് പേർക്ക്. അപ്പൊ ഈ ജ്ഞാനികളായിട്ടുള്ളവർക്കൊക്കെ ഇങ്ങനെ രോഗം വന്നത് അത് ശരീരത്തിന്റെ ധർമ്മം, ശരീരം ക്ഷയിക്കുന്നതാണ്. അപ്പൊ ഉത്തരായണാവട്ടെ ദക്ഷിണായനാവട്ടെ നമ്മൾ അതിനെക്കുറിച്ചൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. ഒരു സാന്ദർഭികമായി ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു. അതിനെ തത്വവിചാരത്തിലൂടെ വിചാരം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കാര്യം ബോധ്യമാവും. തുടർന്ന് ശുക്ലകൃഷ്ണേ ഗതീഹേതേ ജഗത ശാശ്വതേ മതേ ഏകയാ യാത്യനാവൃത്തിം അന്യയാ വർത്തതേ പുനഃ. ശുക്ലകൃഷ്ണേ ഗതിഹി ഏതേ ജഗതഃ ശാശ്വതേ മതേ ഏകയാ യാതി അനാവൃത്തിം അന്യയാ വർത്തതേ പുനഃ ആവർത്തതേ പുനഃ. ശുക്ലകൃഷ്ണേ, ശുക്ലവും കൃഷ്ണവുമായ, വെളുപ്പും കറുപ്പുമായ ഏതേ ഗതി, ഈ ഗതികൾ ജഗതഃ ജഗത്തിന്റെ ശാശ്വതേ മതേ ശാശ്വതങ്ങളാണെന്ന് അഭിപ്രായമുണ്ട്. വെളുത്ത പക്ഷത്തിലൂടെയുള്ള പോക്ക്, കറുത്ത പക്ഷത്തിലൂടെയുള്ള പോക്ക്. വെളുത്ത പക്ഷം കഴിഞ്ഞ് കറുത്ത പക്ഷം ആവുന്ന വേളയിൽ ഈ വെളുത്ത പക്ഷത്തിൽ വെച്ചിട്ട് തന്നെ ഒരാളെ കൊല്ലാൻ ശ്രമിക്കരുത്. അങ്ങനെയുള്ള എന്താ പറയാ അത്തരത്തിലുള്ള അജ്ഞാനമൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അതുകൊണ്ട് ഏകദേശം മരിക്കാനായി. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇനി ഇതാ കറുത്ത പക്ഷം തുടങ്ങി കഴിഞ്ഞാൽ ഗതിയും കൂടെ ഉണ്ടാവില്ല. എന്നാ പിന്നെ ഇവിടെ വെച്ചിട്ട് തന്നെ ശരിയാക്കി കളയാം എന്ന് പറയുന്നത്. അതിന്റെ വേറൊരു ഇത് കേൾക്കുമ്പോ എത്ര നമുക്ക് ചിരി വരുന്നു. അതിന്റെ വേറൊരു വശമാണ് നല്ല നക്ഷത്രം നോക്കി സിസേറിയൻ. അതെ, അത് നടക്കുന്നുണ്ടല്ലോ. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ വികസിക്കും തോറും പലർക്കും പിന്നെ ആശുപത്രിയിൽ ഇതൊക്കെ ഒരു കാശുണ്ടാക്കുന്ന ഒരു ഏർപ്പാടായി മാറിയിരിക്കും. അത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരു റിസ്ക് എടുക്കാനൊന്നും നിങ്ങളും തയ്യാറല്ല എന്ന് പറയും. സ്വാഭാവിക പ്രസവം എന്നുള്ളത് ഇന്ന് അപൂർവം കേസാണ്, അപൂർവം. അതുകൊണ്ട് നല്ല നാള്, നല്ല സമയം, അതെല്ലാം കുറിച്ചു വെച്ചിരിക്കുക. അപ്പൊ കുട്ടി അതാ ജാതമായി, എന്തൊരു നല്ല സമയമാണ്. നോക്കണം നിങ്ങൾ ഭാവിയും കൂടെ കേട്ടോ. ഇങ്ങനെയൊക്കെ സമയത്തിന് പുറത്ത് ജാതമായ ആ കുട്ടിയുടെ ഭാവിയൊക്കെ ഒന്ന് നോക്കണം. മകം പറന്ന മങ്കയൊക്കെ ആയിട്ട്, പൂരം പറന്ന പുരുഷനൊക്കെ ആയിട്ട്. ഏതേ ഗതി ജഗതഃ ശാശ്വതേ മതേ, ജഗത്തിന് ശാശ്വതങ്ങളാണെന്ന് ഈ ഗതിയെ കുറിച്ച് അഭിപ്രായം ഉണ്ട്. ഏകയാ അനാവൃത്തിയും, ഒന്നിലൂടെ അനാവൃത്തിയും, അനാവൃത്തി എന്ന് പറഞ്ഞാൽ മോക്ഷത്തെ, അനാവൃത്തിയും യാതി മോക്ഷത്തെ പ്രാപിക്കുന്നു. ഏതാണ്? ശുക്ലഗതിയിലൂടെ അനാവൃത്തിയെ മോക്ഷത്തെ പ്രാപിക്കുന്നു. അന്യയ മറ്റതിലൂടെ എന്ന് പറഞ്ഞാൽ കൃഷ്ണഗതിയിലൂടെ. കൃഷ്ണഗതി എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രീകൃഷ്ണനുമായിട്ട് ബന്ധമില്ലേ? കറുപ്പ് എന്നതാണ് കൃഷ്ണൻ, കറുത്ത പക്ഷം.
അന്യയ കൃഷ്ണപക്ഷത്തിലൂടെ പുനഃ ആവർത്തതെ, വീണ്ടും ജന്മമെടുക്കുന്നു. അപ്പം അജ്ഞാനത്തിന്റെ ദിശയിൽ, അജ്ഞാനദശയിൽ വീണ്ടും ജന്മവും ജ്ഞാനത്തിന്റെ ദിശയിൽ വീണ്ടും ജന്മമില്ലായ്മയും. ഇതാണ്. എന്താണ് ജ്ഞാനം, എന്താണ് അജ്ഞാനം? ഞാൻ ശരീരമാകുന്നു എന്ന മിഥ്യാധാരണ തന്നെ അജ്ഞാനം. ആ മാർഗത്തെയാണ് ധൂമമാർഗം അല്ലെങ്കിൽ കൃഷ്ണമാർഗം എന്ന് പറയുന്നത്. അതായത് കറുത്ത പക്ഷം. ഞാൻ ആത്മാവാകുന്നു എന്ന പക്ഷം തന്നെയാണ് എന്താണ് ശുക്ലപക്ഷം, വെളുത്ത പക്ഷം, സാത്വിക പക്ഷം. അത് തന്നെ മോക്ഷം. മറ്റേതോ മരണം. ഇങ്ങനെ അങ്ങോട്ട് മനസ്സിലാക്കുക. എന്നാലോ അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. നൈതേ ശ്രുതി പാർത്ഥ ജാനൻ യോഗി മുഹ്യതി കശ്ചന തസ്മാത് സർവേഷു കാലേഷു യോഗയുക്തോ ഭവാർജുന. ന ഏതേ ശ്രുതി ഹേ പാർത്ഥ ജാനൻ യോഗി മുഹ്യതി കശ്ചന തസ്മാത് സർവേഷു കാലേഷു യോഗയുക്ത ഭവ ഹേ അർജുന. അല്ലയോ പാർത്ഥ, അർജുന, ഏതേ ശ്രുതി, ഏതേ ശ്രുതി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മാർഗങ്ങളും ജാനൻ അറിയുന്ന കശ്ചന യോഗി, ഒരു യോഗിക്കും ന മുഹ്യതി. ഭഗവാൻ പറഞ്ഞേ കേട്ടോളൂ. അവൻ എന്തുണ്ടാകുന്നില്ല? ന മുഹ്യതി, അവൻ മോഹിക്കുന്നില്ല. അതുകൊണ്ട് ഭഗവാൻ പറയാനുള്ളതൊക്കെ ഭംഗിയായിട്ട് പറയാം. അർജുന, ഈ രണ്ട് മാർഗങ്ങളെക്കുറിച്ച് അറിയുന്ന ഒരു യോഗിയും മോഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ തസ്മാത്, അതുകൊണ്ട് സർവേഷു കാലേഷു, നമ്മളോട് പറയാ, സർവേഷു കാലേഷു, എല്ലാ കാലങ്ങളിലും യോഗയുക്ത ഭവ. നീ എന്താ വേണ്ടത്? യോഗയുക്തനായി തീരൂ. അല്ലയോ പാർത്ഥ, അർജുന, ഏതേ ശ്രുതി, ഏതേ ശ്രുതി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മാർഗങ്ങളും ജാനൻ അറിയുന്ന കശ്ചന യോഗി, ഒരു യോഗിക്കും ന മുഹ്യതി. ഭഗവാൻ പറഞ്ഞേ കേട്ടോളൂ. അവൻ എന്തുണ്ടാകുന്നില്ല? ന മുഹ്യതി, അവൻ മോഹിക്കുന്നില്ല. അതുകൊണ്ട് ഭഗവാൻ പറയാനുള്ളതൊക്കെ ഭംഗിയായിട്ട് പറയാം. അർജുന, ഈ രണ്ട് മാർഗങ്ങളെക്കുറിച്ച് അറിയുന്ന ഒരു യോഗിയും മോഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ തസ്മാത്, അതുകൊണ്ട് സർവേഷു കാലേഷു, നമ്മളോട് പറയാ, സർവേഷു കാലേഷു, എല്ലാ കാലങ്ങളിലും യോഗയുക്ത ഭവ. നീ എന്താ വേണ്ടത്? യോഗയുക്തനായി തീരൂ. അപ്പൊ ഭഗവാൻ ഒരു കാര്യത്തെ പറഞ്ഞിട്ട് രണ്ട് കാര്യങ്ങൾ, ഇങ്ങനെ രണ്ട് മാർഗമുണ്ടെന്നും, ഒന്ന് ധൂമമാർഗവും ഒന്ന് ശുക്ലമാർഗവും, ഇങ്ങനെ വെളുപ്പിന്റെ, ഒന്ന് പുകയുടേതും ഇരുട്ടിന്റെയും ഒന്ന് വെളിച്ചത്തിന്റെയും, ഇങ്ങനെ രണ്ട് മാർഗങ്ങളുണ്ട് എന്ന് മുൻപേ പറയപ്പെട്ടിട്ടുണ്ട്. വെളിച്ചത്തിന്റെ മാർഗത്തിലൂടെ പോയാൽ ഫലം ഇന്നതാണെന്നും ഇരുട്ടിന്റെ മാർഗത്തിലൂടെ പോയാൽ ഫലം ഇന്നതാണെന്നും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നീ എന്താ വേണ്ടത്? ഇത് രണ്ടും അറിയുക. എന്നിട്ടോ നീ യോഗയുക്തനായി തീരുക. സർവേഷു കാലേഷു യോഗയുക്ത ഭവ. അപ്പൊ സർവേഷു കാലേഷു യോഗയുക്ത ഭവ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ സാരം? നീ യോഗയുക്തനാവൂ, കാലാതീതനാവൂ. നീ എന്താ പറയാ, ഉത്തരായണവും ദക്ഷിണായനവും നോക്കുന്നവനാവരുത്. നീ ഉത്തരായനത്തിനും ദക്ഷിണായനത്തിനും അപ്പുറത്ത് നിലകൊള്ളുന്നവനാവൂ. അങ്ങനെയാണെങ്കിലോ നിനക്ക് ഇതിലൊന്നും, ഇത്തരത്തിലുള്ള ഈ ചിന്തകളൊന്നും, നിന്റെ മരണം വന്ന് അടുക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെ പോകണം, എങ്ങനെ പോകണ്ട എന്നൊന്നും നീ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടണ്ട എന്ന് പറയാം. കാരണം ഭീഷ്മർ ഇതാ വ്യാകുലപ്പെടാൻ പോകുന്നു. ഭീഷ്മർ അതിന് കാത്തു കിടക്കാൻ പോകുന്നു. അതിനൊക്കെ തൊട്ട് മുൻപാണ് ഭഗവാൻ ഈ കാര്യം അർജുനന്, ഈ രഹസ്യത്തെ പറഞ്ഞു കൊടുക്കണമെന്ന് പറയാം. വളരെ മഹാഭാരതത്തിൽ ഈ കാര്യം നന്നായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഭീഷ്മർ വിഷ്ണു സഹസ്രനാമം ആരംഭിക്കുന്നത് ആ സമയത്താണ്. ആ സമയം ആരംഭിക്കുമ്പോഴാണ്. എന്നിട്ട് അത് കഴിഞ്ഞാലാണ് ആള് പോകുന്നത്. നോക്കാം ഇത് ഭഗവാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക ഈ അധ്യായത്തെ. വേദേഷു യജ്ഞേഷു തപസ്സു ചൈവ ദാനേഷു യത് പുണ്യഫലം പ്രദിഷ്ടം അത്യേതി തത്സർവമിദം വിദിത്വാ യോഗി പരം സ്ഥാനമുപൈതി ചാദ്യം. ഓം തത്സത് ഇതി ശ്രീമദ്ഭഗവദ്ഗീതാസുപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ അക്ഷരബ്രഹ്മയോഗോ നാമ അഷ്ടമോധ്യായഃ.
വേദേഷു യജ്ഞേഷു തപസ്സു ച ഏവ ദാനേഷു യത് പുണ്യഫലം പ്രതിഷ്ഠം അത്യേതി തത്സർവം ഇദം വിദിത്വാ യോഗി പരം സ്ഥാനം ഉപൈതി ച ആദ്യം. വേദേഷു യജ്ഞേഷു തപസ്സു ദാനേഷു ച യത് പുണ്യഫലം പ്രതിഷ്ഠം. വേദങ്ങളിലും അതുപോലെ യജ്ഞങ്ങളിലും അതുപോലെ തപസ്സിലും അതുപോലെ ദാനത്തിലും യാതൊരു പുണ്യഫലമാണോ പ്രതിഷ്ഠം പറയപ്പെട്ടിരിക്കുന്നത്? വേദം അധ്യയനം ചെയ്തതുകൊണ്ട്, അല്ലെങ്കിൽ യജ്ഞം ചെയ്തതുകൊണ്ട്, തപസ് ചെയ്തതുകൊണ്ട്, ദാനം ചെയ്തതുകൊണ്ട് ഏതൊക്കെ പുണ്യത്തെയാണോ പറഞ്ഞിരിക്കുന്നത് പറയണു. യോഗി ഇതം വിദിത്വ, ഇതിനെ അറിഞ്ഞിട്ട്. ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ടതാ. ഇതിനെ അറിഞ്ഞിട്ട്. ഇതിനെ. അപ്പൊ എന്താ യോഗി അറിയുന്നത്? ഇതിനെയാണ് അറിയുന്നത്, മറ്റതൊന്നുമല്ല എന്ന് പറയാം. മറ്റത് ഏതാണ്? ഈ വേദത്തിൽ വെറുതെ പ്രാവീണ്യം നേടിയതുകൊണ്ടൊന്നും കാര്യമില്ല എന്നാ. അതിനെക്കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ട്. പറയാം, നമുക്കിത് മുഴുവൻ നോക്കിയിട്ട് പറയാം. യോഗി ഇതം വിദിത്വ അത്യേതി, അതിക്രമിക്കുന്നു. എന്നിട്ടോ പരം സ്ഥാനം ഉപൈതിച്ച, പരമമായ സ്ഥാനത്തെ പ്രാപിക്കുന്നു. ഈ ശ്ലോകം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സ് പോയി വിശ്രമിക്കേണ്ടുന്ന ഇടമേതാണ്? സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾക്കപ്പുറത്തുള്ള, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്ക് പോലും പോകാൻ പറ്റാത്ത ആ ഇടത്തേക്കാണ് മനസ്സിനോട് ഭഗവാൻ പൊയ്ക്കൊള്ളാൻ പറയുന്നത്. അത്യേതി, അതിനെ അതിക്രമിക്കൂ. അതുകൊണ്ട് മന്ത്രങ്ങൾ ശീലിക്കുന്നത് കൊണ്ടോ മനസ്സിലാക്കുക. മന്ത്രങ്ങൾ എന്തിനുള്ളതാ? മനസ്സ് മന്ത്രപൂരിതമാക്കാനുള്ളതാ. മന്ത്രങ്ങൾ അതിന് സഹായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയുന്നു, മന്ത്രങ്ങൾ ശീലിക്കുന്നത് കൊണ്ടോ വേദങ്ങൾ ഹൃദിസ്ഥമാക്കുന്നത് കൊണ്ടോ ആത്യന്തികമായ സത്യത്തെ ഒരുവന് സാക്ഷാത്കരിക്കുവാൻ സാധിക്കുന്നതല്ല. പിന്നെയോ? പിന്നെ ഇവിടെ എന്താ? മനസ്സ് ഏതെങ്കിലും ഒരു ആഗ്രഹത്തിന്റെ പിറകിലേക്ക് മനസ്സ് പോകുന്നുവെങ്കിൽ ആ മനസ്സ് ഒരിക്കലും സത്യത്തെ പ്രാപിക്കില്ല. കാരണം മനസ്സിന് ഗതിയുണ്ട്. അപ്പൊ മനസ്സിന്റെ ഗതി കൃഷ്ണപക്ഷം തന്നെയായിരിക്കും. അതുകൊണ്ട് മനസ്സിന് ഇവിടെ എന്താണ്? അതിനെ നിറവേറ്റാനുള്ള ശ്രമത്തിൽ മനസ്സ് വ്യാപരിക്കും. ആ മനസ്സ് എപ്പോഴും സത്യത്തിന് എതിരായി സഞ്ചരിക്കുന്നതാണ്. അപ്പൊ നമ്മളിപ്പോ ചെയ്യുന്നത് എന്താ? വേദം ഹൃദിസ്ഥമാക്കുക, സൂക്തങ്ങൾ ഹൃദിസ്ഥമാക്കുക, ഗീത കാണാപാഠം പഠിക്കുക, ശ്ലോകങ്ങൾ ഉദ്ധരിക്കാൻ ശ്രമിക്കുക. ഇല്ല, ഇതൊക്കെ മനസ്സിന്റെ ഒരു പ്രയാണമാണ്, പോക്കാണ്. മനസ്സിന് ചില ആഗ്രഹങ്ങളുണ്ട്. ഗീത പഠിക്കണം, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുസവാമാമകാണ്ഡവാശിവീമപൂർവതല്ലേ, ഇങ്ങനെ കാണാപ്പാടമൊക്കെ പഠിച്ച്, അല്ലെങ്കിൽ സഹസ്രനാമം കാണാപ്പാഠം, അത് എല്ലാം കാണാപ്പാഠം പഠിക്കുക. ഈ ചെറുപ്പത്തിലേ തുടങ്ങിയിട്ടുള്ളതാണ് അതൊക്കെ. അതുകൊണ്ട് സ്കൂളിലെ ശീലം തന്നെ നമ്മൾ ഇവിടെയും നടത്തുന്നു. ഈ അഷ്ടോത്തരം ചൊല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ സഹസ്രനാമം ചൊല്ലുന്ന സമയത്ത് ഇടയിൽ നിന്നൊരു നാമം ചോദിച്ചു നോക്കൂ, അത് പറ്റില്ല. അതുകൊണ്ട് ആദ്യം മുതൽ ഇങ്ങനെ വന്ന് അപ്പൊ അതുകൊണ്ടൊന്നും ഇവിടെ കാര്യമില്ല എന്ന് ഭഗവാൻ തന്നെ പറയും. അപ്പൊ സ്ഥലകാല പരിമിതികളെയൊക്കെ എന്താ പറയാ മാറ്റിവെച്ചുകൊണ്ടുള്ള ആ സത്യത്തെ അറിയാൻ അതിനെന്ത് വേണം? നിഷ്കാമമായ കർമ്മത്തിലൂടെ. അതുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കണം എന്നല്ല, എല്ലാം ചെയ്തുകൊണ്ട് തന്നെ ഈ സത്യത്തെ പ്രാപിക്കാൻ അർജുന നീ തയ്യാറാവണം. നീ അതിനെ അറിയണം. നീ ഇതിനെയൊക്കെ അറിഞ്ഞ് ഇതിനെയൊക്കെ അതിക്രമിക്കേണ്ടതുണ്ട് എന്ന് പറയാം. രമണ മഹർഷിയോട് ചോദിച്ചു, ഭഗവാനെ ഞാൻ എന്നാ സ്വർഗത്ത് പോവുകയാണ്? മഹർഷി ചോദിച്ചു, നീ ആദ്യം ചോദിച്ചതാണ് പ്രധാനം, രണ്ടാമത് ഞാൻ. അത് തന്നെ, ഞാൻ എന്നാ സ്വർഗത്ത് പോവാ എന്നല്ലേ ചോദിച്ചത്. അതിൽ ആദ്യം വരുന്നത് ഏതാണ്? ഞാൻ. രണ്ടാമത്തത് വിടും, ആദ്യത്തതിൽ ഊന്നി നിൽക്കൂ എന്ന് പറയാം. എന്നിട്ട് ഇവിടെ ഭഗവാൻ എന്താണ് ഈ അധ്യായത്തെ ഉപസംഹരിക്കണമെന്ന് പറയാം. എന്നിട്ട് 9-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. 9-ാം അധ്യായം ഭഗവത്ഗീതയുടെ നേർപകുതിയാണ്. വിനോബാജി പറയും, ഒരു കവാടത്തിന്, അതായത് ഒരു വാതിലിന്റെ മുകളിലുള്ള ഒരു കെട്ടുണ്ട്. പഴയ വീടുകൾക്കൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങളത്? അർദ്ധവൃത്താകൃതിയിൽ
ഇങ്ങനെ ഇഷ്ടിക ഇങ്ങനെ വെക്കും. 1, 2, 3, 4, 5, 6, 7, 8, 9 ഇങ്ങനെ കണ്ടിട്ടില്ലേ? അങ്ങനെ 18 ഇഷ്ടികകൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അതിൽ 9ാമത്തെ ഇഷ്ടിക എവിടെ വരും? സെന്ററിൽ. ഇത് ഏറ്റവും കയറി നിൽക്കുകയാണ് ഗീത. അങ്ങനെ കയറി പിന്നെ 10 മുതൽ ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങുകയാണെന്ന് പറയാം. പിന്നെ അതിൻ്റെ ഏറ്റവും മുകളിലേക്ക് കയറി. അതുകൊണ്ട് തന്നെ ഈ അധ്യായത്തിന് പേര് കൊടുത്തത് ഗംഭീര പേരാണ്. രാജവിദ്യ രാജഗുഹ്യം.